ഹലോ ഗായ്സ്, ഇറ്റ്സ് ക്രേസി വേം. നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് 10-ലെ SS1 ആണ്, പുതിയ NCERT-യിലെ SS1-ലെ ചാപ്റ്റർ 2-ൻ്റെ പാർട്ട് 2 സെക്ഷൻ വീഡിയോ ആണിത്. പാർട്ട് 2 ആണ്. പാർട്ട് 2 എന്തായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയാണ് ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യം നമ്മൾ തുടങ്ങുന്നത് തന്നെ ഫ്രാൻസിലെ സ്വേച്ഛാധിപത്യ ഭരണക്രമത്തെ പറ്റിയാണ്. അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഫ്രാൻസിൽ ഏത് രാജവംശമാണ് ഭരണം നടത്തിയിരുന്നത്? ബൂർബൺ രാജവംശമായിരുന്നു ഫ്രാൻസിൽ ഭരണം നടത്തിയിരുന്നത്. അവിടെ ഒരു പേരിന് വേണ്ടി ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് എസ്റ്റേറ്റ് ജനറൽ എന്ന് പറഞ്ഞിരുന്നത്. അത് 1614-ലാണ് കണക്കനുസരിച്ച് അവസാനമായി ചേർന്നത്. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, അത് ചേരുന്നത്. പിന്നെ അവിടെ രാജാക്കന്മാരെ വിശ്വസിച്ചിരുന്ന ഒരു തത്വമായിരുന്നു ദൈവദത്താധികാര സിദ്ധാന്തം അഥവാ ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയുന്നത്. അതായത് രാജാവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധിയാണെന്നാണ് അവരെന്ത് ചെയ്തിരുന്നത്, വിശ്വസിച്ചിരുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഐഡിയയാണ് അവരെന്ത് ചെയ്തിരുന്നത്, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് നമുക്ക് പറയാം. ഓക്കെ, അപ്പം അതിലാദ്യം മെൻഷൻ ചെയ്യുന്ന രാജാവ് ലൂയി 14-ാമനാണ്. 14 നമുക്ക് പഠിക്കാനുള്ള 3 പേര്. ഒന്ന് 14, ലൂയി 14, 15, 16 ഓക്കെ, അതിൽ 14-ാമൻ പറഞ്ഞ എന്താണ്? ഞാൻ രാഷ്ട്രമാണെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ലൂയി 14-ാമൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഭരണത്തിൽ വരുന്ന ആളാണ് ലൂയി 15-ാമൻ. പുള്ളിയാണെങ്കിൽ എന്തായിരുന്നേ, തുടർച്ചയായിട്ട് ധൂർത്തും അഴിമതി ആകെ കൊണ്ട് യുദ്ധമൊക്കെ നടത്തി ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ആ ലൂയി 15-ാമൻ. ലൂയി 15-ന് ശേഷം വന്ന 16-ാമനാണെങ്കിൽ പുള്ളിക്ക് ഭരണമൊന്നും ചെയ്യാൻ വയ്യ. മന്ത്രിമാർ വല്ലതും ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, ഞാൻ സൈഡിൽ എങ്ങാനും ഇരുന്നോളാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരു മനുഷ്യനായിരുന്നു. അയാളുടെ വൈഫ് ഈ മാരി ആൻറ്റോയിനെറ്റ് എന്ന് പറയുന്ന വ്യക്തി, പുള്ളിക്കാരി ഭരണകാര്യങ്ങളിലൊക്കെ ചുമ്മാ കയറി ഇടപെടലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും ഭരണത്തെ ഭരണം നല്ല രീതിക്ക് പോയിട്ടില്ല. ഓക്കെ, അതൊക്കെ ജനങ്ങളിൽ എന്തുണ്ടാക്കി? അസംതൃപ്തി ഉളവാക്കി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രഞ്ചിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്കാണ് വന്നത്. ഫ്രഞ്ച് സമൂഹത്തെ നമ്മൾ 3 എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരും, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ സാധാരണക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് ഈ 1-ാം എസ്റ്റേറ്റിലുള്ള പുരോഹിതന്മാർക്കാണ്. അതിന് താഴെ അധികാരമുള്ളത് പ്രഭുക്കന്മാർക്കും. ഒട്ടും യാതൊരുവിധ അധികാരമില്ല, നികുതി ഭാരം മാത്രം വഹിക്കാനുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഈ സാധാരണക്കാരെന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഈ പുരോഹിതന്മാരാണെങ്കിൽ അവർക്ക് എന്താണ്? അവർക്ക് ഭൂമിയുടെ അധികാരം ഫുള്ള് പുരോഹിതർക്കാണ്. അവർക്ക് നികുതി ഒന്നും കൊടുക്കണ്ട. പോരാത്തതിന് എന്ത് ചെയ്യാം? അവർക്ക് കർഷകരിൽ നിന്നൊക്കെ നികുതി പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അവർ കർഷകരിൽ നിന്ന് പിരിച്ചിരുന്ന ഒരു ടൈപ്പ് നികുതിയാണ് ഡെയ്ത് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഡെയ്ത് ഓക്കെ എന്ന നികുതി അവരെന്ത് ചെയ്തിട്ടുണ്ട്, പിരിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രഭുക്കന്മാർ 2-ാമത്തെ എസ്റ്റേറ്റിലാണ്. ഈ 2-ാമത്തെ എസ്റ്റേറ്റിലുള്ളവരുടെ പ്രത്യേകത എന്താണ്? അവർ ഭരണരംഗത്തുള്ള ഉയർന്ന സ്ഥാനങ്ങളിലും അതുപോലെ തന്നെ എന്താണ്, സൈന്യത്തിലെ ഉയർന്ന പദവിയൊക്കെ ആർക്കാണ് വന്നുകൊണ്ടിരുന്നത്? ഈ 2-ാം എസ്റ്റേറ്റിലുള്ള പ്രഭുക്കന്മാർക്കായിരുന്നു. ഓക്കെ, അവരും എന്ത് ചെയ്തിട്ടുണ്ട്? പലതരത്തിലുള്ള നികുതികൾ ഈ പറയുന്ന സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും കർഷകരിൽ നിന്നുമൊക്കെ പിരിച്ചിട്ടുണ്ട്. അതിൽ ഇവരുടെ ഒരു നിയമം അനുസരിച്ച് 1979-ലെ നിയമം അനുസരിച്ച് അവർ പറയുന്നത് എന്താണ്? ജനങ്ങൾ തങ്ങളുടെ വരുമാനത്തിൻ്റെ 20-ലൊരു ഭാഗം ആർക്ക് കൊടുക്കണം? സർക്കാരിലേക്ക് നേരിട്ട് നികുതിയായിട്ട് നൽകണമെന്ന്. ഈ നികുതിയാണ് വോങ് തിയേം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വോങ് തിയേം എന്ന് പറയുന്ന നികുതി പ്രഭുക്കന്മാർ അല്ലെങ്കിൽ സർക്കാരിന് എല്ലാവരും നൽകേണ്ട ഒരു ടൈപ്പ് നികുതിയായിരുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും തങ്ങളുടെ വരുമാനത്തിൻ്റെ 20-ലൊരു ഭാഗം ആർക്ക് കൊടുക്കണം? സർക്കാരിന് കൊടുക്കണം. അതിനെയാണ് നമ്മൾ വോങ് തിയേം എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി അതിൽ എന്താണ്? ഈ പുരോഹിതന്മാരും പ്രഭുക്കളും എന്താണ്? രാജാവിന് ചെറിയ തുക കൊടുത്ത് ഇതിന് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അതായത് അവരവരുടെ രീതിക്ക്, അവരുടെ എളുപ്പത്തിനുള്ള രീതിക്ക് അവരതിനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ നികുതിയുടെ കാര്യത്തിൽ. പാവം സാധാരണക്കാരായിട്ടുള്ള കർഷകരും കൈത്തൊഴിലാളികളുമാണ് ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ എല്ലാം ഫലം അനുഭവിച്ചതെല്ലാം അവരായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവർ പ്രഭുക്കൾ ഈ പറയുന്ന സാധാരണ ജനങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന മറ്റ് നികുതികളാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ്? കോവി എന്ന് പറഞ്ഞിട്ടൊരു നികുതി കൊടുത്തിട്ടുണ്ട്, ബെനാലിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബൻവീൻ എന്ന് പറഞ്ഞുകൊണ്ട് പിയേഷ് ഉണ്ട്, ടെറാഷ് ഉണ്ട്. അതൊക്കെ എന്താണ്? ഇവർ പല സമയങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതികൾ, പല കാര്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതികൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള നികുതികളും എന്ത് ചെയ്തിട്ടുണ്ട്? ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സാധാരണക്കാരുടെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരെന്താണ്?
ഇപ്പോൾ ഓൾറെഡി അവർക്ക് വരുമാനം വളരെ കുറവാണ്. പോരാത്തതിന് അവർ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഒരു നല്ല വിഹിതം സർക്കാരിന് കൊടുക്കണം, പ്രഭുക്കന്മാർക്ക് കൊടുക്കണം, പുരോഹിതന്മാർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് അതിനകത്ത് ഇനി അവർക്കൊന്നും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അവർ ദാരിദ്ര്യത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ പറയുന്നത് മധ്യവർഗത്തിൻ്റെ ഉദയമാണ്. 18-ാം നൂറ്റാണ്ടിൽ സമൂഹത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു വർഗ്ഗമാണ് മധ്യവർഗം എന്ന് പറയുന്നത്. അവർ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ വാണിജ്യം നടത്തി അല്ലെങ്കിൽ എന്താണ് വാണിജ്യമാണ് മെയിനായിട്ട് പറയുന്നത്. വാണിജ്യ അല്ലെങ്കിൽ കാർഷിക വ്യാവസായിക രംഗത്ത് വളർച്ചയുണ്ടായതിനെ തുടർന്ന് സാമ്പത്തിക പുരോഗതി ഉണ്ടായ ഒരു ഗ്രൂപ്പ് ആൾക്കാരെയാണ് നമ്മൾ ഈ മധ്യവർഗം എന്ന് വിളിക്കുന്നത്. ഇവർക്ക് സാമ്പത്തികമായിട്ട് നല്ല ബെറ്റർമെന്റ് ഉണ്ടെങ്കിലും സമൂഹത്തിൽ അവർ എന്താണ് മറ്റേ ആ എസ്റ്റേറ്റിൽ തന്നെയാണ് ഇവരും വരുന്നത്. ഇവർ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ഇവരെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇവർക്ക് എന്താണ് ഉയർന്ന പദവികളോ സൈന്യത്തിൽ നല്ല പദവിയോ ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇതെല്ലാം അവർക്ക് തന്നെയാണ്. ഈ ആദ്യം പറഞ്ഞ രീതിക്ക് പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും തന്നെയാണ്. ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ തന്നെയാണ് സാമ്പത്തികമായി മുന്നോക്കം വന്ന ഈ പറയുന്ന മധ്യവർഗത്തിനും ഇവർ സ്ഥലം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഇവർ ഈ ഒരു ലോജിക്കിൽ ഇവർ ഇറിറ്റേറ്റഡ് ആണ്. കാര്യം നമ്മളിപ്പോൾ സാമ്പത്തികമായിട്ട് ബെറ്റർ ആയില്ലേ, അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ബെറ്റർ ആകുമ്പോൾ സമൂഹത്തിലും നമുക്ക് നല്ലൊരു ബെറ്റർ സ്റ്റാറ്റസ് കിട്ടണമല്ലോ. അപ്പോൾ അത് കിട്ടുന്നില്ല. അപ്പോൾ അതിലവർ അസംതൃപ്തരായിരുന്നു എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതവർ ആ സമയത്തുള്ള അല്ലെങ്കിൽ ചരിത്രകാരന്മാരായിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ള രണ്ട് ചരിത്രകാരന്മാരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. വിൽ ആൻഡ് ഏരിയൽ ഡ്യൂറൻ എന്നും പറഞ്ഞ് അവരവരുടെ പുസ്തകത്തിൽ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞതാണ്. കണ്ടോ, ഇത് ഒന്നാം എസ്റ്റേറ്റ്, ഇതിനെല്ലാം മുകളിലാണ് രാജാവ്. അത് വേറെ പോയിന്റ്. സമൂഹത്തിൻ്റെ സ്ഥിതി പറയുമ്പോൾ ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാം എസ്റ്റേറ്റിലാണ് സാധാരണക്കാർ. അതിൽ തന്നെയാണ് ആരും വരുന്നത്, ഈ പറയുന്ന മധ്യവർഗം വരുന്നത്. അവർ വിദ്യാസമ്പന്നരാണ്, സാമ്പത്തിക പുരോഗതി കൈവരിച്ചവരാണ്. പക്ഷേ എന്നിട്ടും സ്റ്റിൽ അവരെവിടെ തന്നെയാണ്, മൂന്നാം എസ്റ്റേറ്റിൽ തന്നെയാണ്. പിന്നീട് പറയുന്നത് 1770-കളിൽ ഉണ്ടായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു, ദാരിദ്ര്യം വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നു, തൊഴിലില്ലായ്മ ഉണ്ടാകുന്നു, കർഷകർ ദരിദ്രരാകുന്നു. പിന്നീട് എന്ത് സംഭവിക്കുന്നുണ്ട്, ഇത് മറികടക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ രാജാവ് ലൂയി 16-ാമനായിരുന്നു. പുള്ളി കുറേ വായ്പയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പുള്ളി വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത കാരണം എന്താണ്, അത് പിന്നീട് ഒരു വായ്പ കൊടുക്കുന്നില്ല. ആദ്യം ഇങ്ങനെ ഇത് മറികടക്കാൻ വേണ്ടി പുള്ളി വൻ തുകകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വായ്പ സ്വീകരിച്ചിട്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, പുള്ളി ഇത് തിരിച്ച് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ഖജനാവ് കാലിയാണ്. ഈ ഫ്രഞ്ച് രാജകുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ ഭരണത്തിൻ്റെ ഖജനാവ് കാലിയായത് കാരണം എന്ത് ചെയ്തില്ല, നികുതി അടയ്ക്കാൻ പറ്റാത്തത് കാരണം പിന്നീട് നികുതി അല്ലെങ്കിൽ പിന്നീട് വായ്പ എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ സാധാരണക്കാരും ഈ മധ്യവർഗമൊക്കെ ആർക്കെതിരാവുന്നുണ്ട്, രാജാവിനെതിരാവുന്നുണ്ട്. പിന്നെ നമ്മളെ ഇവരുടെ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഈ ഒരു സാമൂഹ്യ സ്ഥിതിയെ സ്വാധീനിച്ച കുറച്ച് ചിന്തകരുടെ കാര്യം പറയുന്നുണ്ട്. വോൾട്ടയർ, മോണ്ടസ്ക്യൂ, റൂസോ അവരൊക്കെയാണ് അതിൽ വരുന്നത്. അതിൽ വോൾട്ടയർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം തത്വചിന്തകനും ചരിത്രകാരനും ആക്ഷേപഹാസ്യകാരനും ഒക്കെ ആയിരുന്നു. അദ്ദേഹം പുരോഹിതന്മാരെ വിമർശിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഫ്രാൻസിൽ നിന്ന് പുറത്താക്കി. പിന്നെ റൂസോ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് സാമൂഹ്യ ഉടമ്പടി, ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. പിന്നെ നല്ല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു, അതുപോലെ മനുഷ്യൻ സ്വതന്ത്രമായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്നൊക്കെ പറഞ്ഞത് ആരാണ്, ഈ പറഞ്ഞ റൂസോയാണ്. ഓക്കെ, പിന്നെ മോണ്ടസ്ക്യൂ അദ്ദേഹം ഇതേപോലെ സ്വച്ഛാധിപത്യത്തിനെതിരെ വിമർശിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ അധികാരം എങ്ങനെയായിരിക്കണം, അധികാരത്തെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3ആയി തിരിക്കണമെന്ന് നിർദ്ദേശിച്ച അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഇത് ദ സ്പിരിറ്റ് ഓഫ് ലാ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ അദ്ദേഹം അതിനെ ആ ഒരു രീതി എങ്ങനെയായിരിക്കണം ഗവൺമെൻറ് വർക്കാവുന്നത് എന്നുള്ളത് ആ ഒരു ബുക്കിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ജോൺ ലോക്കിൻ്റെ ഒരു കൃതിയുണ്ട്, ടു ട്രീറ്റീസസ് ഓഫ് ഗവൺമെൻറ് എന്നും പറഞ്ഞ് ഒരെണ്ണം പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഈ രാജാവിൻ്റെ ദേവദത്ത അവകാശത്തെയും സ്വേച്ഛാധികാരത്തെയും നിരാകരിക്കുന്ന രീതിക്കുള്ള ഒരു കൃതിയായിരുന്നു. പിന്നെ ഉള്ളത് പിന്നെ 2 സാമ്പത്തിക വിദഗ്ധരുടെ കാര്യം പറയുന്നുണ്ട്, ടെർഗോയും നെക്കർ എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ഫ്രാൻസ് ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയത്തിൽ അത് ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത 2 പേരാണ് ഈ പറഞ്ഞ ആര്, ഈ ടെർഗോയും നെക്കറും. അതിൽ ഈ ടെർഗോയുടെ ആവിഷ്കരിച്ച കുറേ എന്താണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള മാർഗങ്ങളുണ്ടല്ലോ, അത് പല രീതിയിൽ ബെറ്റർമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആർക്കാണ്, രാജാവിൻ്റെ വൈഫുണ്ടല്ലോ ആൻറ്റിയോനെറ്റ്, അവർക്ക്
ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ആയിട്ടും ചെലവ് ചുരുക്കാൻ താല്പര്യമില്ല. അങ്ങനെ അതും ആ പുള്ളിക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡും ഈ ടർഗോയുടെ സാമ്പത്തിക സ്ഥിതി മറികടക്കാനുള്ള ഇതും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആയിപ്പോയി. അങ്ങനെ എന്ത് ചെയ്തു, പുള്ളിക്കാരിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് പുള്ളിയെ, അതായത് ഈ ടർഗോയെ എന്ത് ചെയ്തു, രാജാവ് പിരിച്ചു വിടുന്നുണ്ട്. ഓക്കെ, പുള്ളിയെ നമ്മൾ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കി. പുള്ളി സാമ്പത്തിക വിദഗ്ധനാണ്, സാമ്പത്തിക പുരോഗതി മീൻസ് സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഫ്രാൻസ്. അന്ന് കരകയറ്റാൻ ഹെൽപ്പ് ചെയ്ത വ്യക്തിയാണ്, അദ്ദേഹത്തിനെ പിരിച്ചു വിട്ട്. എന്നിട്ട് പകരം നിയമിച്ച ആളാണ് നെക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനും ഇതേണക്ക് എന്താണ്, ഈ പുള്ളിയുടെ ഈ ടർഗോ കൊണ്ടുവന്ന പരിഷ്കരണം തന്നെയാണ് പുള്ളിയും തുടരാൻ ശ്രമിച്ചത്. എങ്കിലും എന്താണ്, പുള്ളിയും ഇതേണക്ക് എന്ത് ചെയ്തു, ഈ ഇവർ ഉപദേഷ്ടാക്കളും രാജാവും ഒക്കെ തമ്മിൽ എന്തുവാണ്, ഇവർ തമ്മിൽ തർക്കമാണ്. ഒരേപോലെ ഒരേ വേവ് ലെങ്തിൽ പോകുന്ന ആളുകളൊന്നുമില്ല. ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ പുള്ളി ആരെന്ത് ചെയ്തു, ഇനി വീണ്ടും നെക്കറെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ നെക്കർ എന്ന് പറഞ്ഞ് പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത വ്യക്തിയെ കൂടെ എന്ത് ചെയ്യും, രാജാവ് പിരിച്ചു വിടും. എന്നിട്ട് പിന്നെ ഇനി പറയുന്നത് എന്താണ്, ഇനിയിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം, പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ വീണ്ടും നികുതി ഭാരം അടിച്ചേൽപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവർ 1614 ലാസ്റ്റ് വിളിച്ചു ചേർത്ത എസ്റ്റേറ്റ് ജനറൽ വീണ്ടും എന്ത് ചെയ്യുന്നു, വിളിച്ചു ചേർക്കുവാണ്. 175 വർഷങ്ങൾക്ക് ശേഷമാണ് എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത് അവരുടെ പേരിന് വേണ്ടിയുള്ളൊരു ടൈപ്പ് പാർലമെൻറ്റാണ്. അതിനകത്തും ഈ പറയുന്ന ഫ്രഞ്ച് സമൂഹം കണക്ക് 3 സഭകളാണ് ഉണ്ടായിരുന്നത്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞാൽ. ഈ സഭകളെല്ലാം കൂടെ ഒന്നിച്ചല്ല, ഓരോ ഗ്രൂപ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സഭ ചേരുന്നത്. ഇവർ ഒന്നിച്ചല്ല, ഗ്രൂപ്പായിട്ടല്ല, ഒരു സഭയായിട്ടല്ല ചേരുന്നത്. ഫസ്റ്റ് സഭക്കാർ, അതായത് ആദ്യത്തെ എസ്റ്റേറ്റിലുള്ള പുരോഹിതന്മാരും അവരുടെ ഒരു സഭ, സെക്കൻഡ് എസ്റ്റേറ്റിലുള്ള പ്രഭുക്കന്മാരുടെ ഒരു സഭ, മൂന്നാമത്തെ എസ്റ്റേറ്റ് സാധാരണക്കാരുടെ ഒരു സഭ. ഇതിൽ ഇവരുടെ അംഗങ്ങളുടെ എണ്ണമാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റിൽ 285 പേരുണ്ട് അംഗങ്ങളായിട്ട് ആ ഒരു സഭയിൽ. അടുത്ത സഭ സെക്കൻഡ് സഭയ്ക്കകത്താണെങ്കിൽ 308 പേരുണ്ട്. മൂന്നാമത്തെ സഭ മധ്യവർഗത്തിൻ്റെ സഭയിലാണെങ്കിൽ 621 പേരുണ്ട്. പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ പ്രാതിനിധ്യം അനുസരിച്ചുള്ള ഒരു നമ്പർ ഓഫ് അംഗങ്ങളല്ല ഉള്ളത്. അതായത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, പുരോഹിതന്മാർ കുറച്ച് പേരേ ഉള്ളൂ. എന്നിട്ട് അതിനകത്തുനിന്ന് തന്നെ 285 അംഗങ്ങൾ ഈ സഭയിലുണ്ട്. ഓക്കെ, ഇനി പ്രഭുക്കന്മാരുടെ കാര്യമാണെങ്കിൽ 1,40,000-ലധികം പ്രഭുക്കന്മാരുണ്ട്. അതിൽ 308 അംഗങ്ങളുണ്ട്. എങ്കിൽ ഫ്രഞ്ച് സമൂഹത്തിൻ്റെ ഭൂരിഭാഗം വരുന്ന ആ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഉൾപ്പെട്ടിട്ടുള്ള മൂന്നാമത്തെ എസ്റ്റേറ്റിൽ നിന്ന് ആകെ 621 അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ തന്നെ പ്രശ്നമാണ്. ഓക്കെ, എന്നിട്ട് ഇവരെന്ത് ചെയ്തു, ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നാണ് പറയുന്നത്. അതായത് ഇതൊരു സഭ, അതായത് പുരോഹിതന്മാരുടെ ഒരു സഭയ്ക്ക് ഒരു വോട്ട്, സെക്കൻഡായിട്ടുള്ള ഈ പ്രഭുക്കന്മാരുടെ സഭയ്ക്ക് ഒരു വോട്ട്, സാധാരണക്കാരുടെ സഭയ്ക്ക് ഒരു വോട്ട്, അങ്ങനെയാണ് വെച്ചിരുന്നത്. കാര്യം ഇവർക്ക് മെജോറിറ്റി കിട്ടണം. ഈ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും കൂടെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ആർക്കെതിരെ മെജോറിറ്റി വരും, ഈ സാധാരണക്കാർക്കെതിരെ മെജോറിറ്റി വരും. അപ്പോൾ ഈ രീതി തുടരാൻ ആർക്ക് താല്പര്യമില്ല, പൊതുവേ മൂന്നാമത്തെ എസ്റ്റേറ്റിന് താല്പര്യമില്ല. അപ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ ഗ്രൂപ്പായിട്ട് നമുക്ക് ഒന്നിച്ച് ഈ 3 സഭകളും കൂടെ ചേരാം എന്ന് അവരൊരു ഐഡിയ മുന്നോട്ട് വെച്ചു. അപ്പോൾ അതിന് ഇവന്മാർ സമ്മതിക്കുമോ, ഈ പ്രഭുക്കന്മാരും പുരോഹിതന്മാരും? ഇല്ല, അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരതിന് താല്പര്യമില്ല എന്ന് പ്രകടിപ്പിച്ചു, അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികളെല്ലാം കൂടെ 1789 ജൂൺ 17-ാം തീയതി മൂന്നാം എസ്റ്റേറ്റിൻ്റെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിൻ്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തു. എന്നിട്ട് അവരെന്ത് ചെയ്തോടെ, ഉപരിസഭ, അതായത് ഇവർ ഇങ്ങനെ ഈ ഒരു 1789 ജൂൺ 17-ലാണ് ഇങ്ങനെ പ്രഖ്യാപനം നടത്തുന്നത്. എന്നിട്ട് ഇവർ സഭ കൂടാനായിട്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇവർ സമ്മേളിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്. ആ സമ്മേളനിക്കാനുള്ള ആ സഭയിലേക്ക് അല്ലെങ്കിൽ ആ ഹാളിലേക്ക് വരുമ്പോൾ ആ ഹാൾ അവർ അടച്ചു കളയും. അവരാണ് ഈ പറയുന്ന ഫ്രഞ്ച് രാജാവ്, അതായത് നമ്മുടെ ലൂയി 16 പുള്ളി അടച്ചിട്ട് പട്ടാള കാവൽ ഏർപ്പെടുത്തും. അതിൻ്റെ വാശിക്ക് ഇവരെവിടെ ചെല്ലും, ഇവരതിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ടെന്നീസ് കോർട്ടിൽ എന്ത് ചെയ്യും, സമ്മേളിക്കും. എന്നിട്ട് 1789 ജൂൺ 20-ന് അവരെന്ത് ചെയ്യും, ആ ടെന്നീസ് കോർട്ടിൽ വെച്ച് അവരെന്ത് ചെയ്യും, പ്രഖ്യാപിക്കും, നമ്മളൊരു ഫ്രാൻസിനൊരു ഭരണഘടന ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തുള്ളൂ, ഇവിടുന്ന് പിരിഞ്ഞു പോകത്തുള്ളൂ, നമ്മളാണ് ഈ ഫ്രാൻസിൻ്റെ യഥാർത്ഥ അസംബ്ലി അല്ലെങ്കിൽ മെയിൻ ഭരണ ആ ഗ്രൂപ്പ്, അതായത് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി നമ്മളാണ് അല്ലെങ്കിൽ ദേശീയ സഭ നമ്മളാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഗ്രൂപ്പ് ചെയ്യും, അല്ലെങ്കിൽ അവരവിടെ വെച്ചൊരു പ്രതിജ്ഞ എടുക്കും. അതിനാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. അതായത് ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാകുന്നത് വരെ തങ്ങൾ പിരിഞ്ഞു പോകുകയില്ല എന്നവരെന്ത് ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു. ഇത് പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നു. 1789-ലാണ്. ഓക്കെ, 1789 ജൂൺ 20-നാണ് ഈ പറയുന്ന ടെന്നീസ് കോർട്ടിൽ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ സമ്മേളിച്ച് ഒരു പ്രതിജ്ഞ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കാര്യമാണ് നമ്മൾ ഈ പാഠം തുടങ്ങിയപ്പോൾ പറഞ്ഞാണ് നമ്മൾ എൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബാസ്റ്റിലിൻ്റെ പതനവും വിപ്ലവത്തിൻ്റെ ആരംഭവുമാണ്. അതായത് ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കമാണ്. അതായത് സാധാരണക്കാർ
ഭരണാധികാരികൾക്കെതിരെ എന്ത് ചെയ്യുന്നു, പുതിയൊരു സഭ രൂപീകരിച്ച് അവർ ഭരണക്രമം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുവാണ്. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ബാസിലിൻ്റെ പതനവും വിപ്ലവത്തിൻ്റെ ആരംഭവും. എന്താണ്? ലൂയി 16 രാജാവ് തൻ്റെ ഉപദേഷ്ടാവായിരുന്ന നെക്കറെ സ്ഥാനഭ്രഷ്ടനാക്കുകയും പാരീസ് വിട്ടുപോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ലൂയി 16 ഒരു സാമ്പത്തിക വിദഗ്ധൻ ഉണ്ടായിരുന്ന, എന്താ പുള്ളിയുടെ പേര് വിട്ടുപോയവരുടെ ഇത് വരുന്നത് ടെർഗോ ആയിരുന്നു ആദ്യത്തെ ആൾ. ആ പുള്ളിയെ പിരിച്ചുവിട്ടിട്ട് നിയമിച്ച ആളാണ് ഈ നെക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പിരിച്ചുവിടുന്നുണ്ട്. അപ്പോൾ പിരിച്ചുവിട്ടിട്ട് പുള്ളി എന്ത് ചെയ്യുന്നു, പാരീസ് വിട്ടുപോകാൻ ആജ്ഞാപിച്ചായിരുന്നു. അതൊരു ആ വാർത്ത വളരെ രീതിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ സമൂഹത്തെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രകോപിതരായ ജനക്കൂട്ടം പാരീസ് നഗരത്തിലെ ധാന്യ സംഭരണശാലകളും റൊട്ടിക്കടകളും കയ്യേറി. ഇവരെന്ത് ചെയ്തു, ധാന്യ സംഭരണശാലകളിലും റൊട്ടിക്കടകളും ഒക്കെ എന്ത് ചെയ്തു, കയ്യേറി. ആയുധങ്ങൾ സംഭരിച്ച അവർ 1789 ജൂലൈ 14 ബൂർമൻ സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകമായിരുന്ന പാരീസിലെ ബാസ്റ്റിൽ കോട്ട തകർക്കുകയും മണിക്കൂറുകൾക്കകം പാരീസ് നഗരം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ ഈ പറയുന്ന സാധാരണക്കാർ അവര് എന്നാണ് ഈ പറയുന്ന ബാസ്റ്റിൽ കോട്ട തകർത്തത്? 1789 ജൂലൈ 14 ഈ പറയുന്ന ബൂർബൻ സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകമാണ് ഈ പറയുന്ന ബാസ്റ്റിൽ കോട്ട എന്ന് പറയുന്നത്. അത് തകർക്കുന്നു. അത് തകർത്തവർ ആ പാരീസ് നഗരം എന്ത് ചെയ്യുന്നു, തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയാണ്. ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം എന്താണ്? ഈ പറയുന്ന ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ചയാണ്. 1789 നടക്കുന്നത്. 1789 ജൂലൈ 14 ജൂലൈ 14. 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. ജൂലൈ 14 എന്ത് സംഭവിക്കുന്നു? ബാസ്റ്റിൽ കോട്ട തകർക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുകയാണ്. ഫ്രാൻസിന്റെ ഗ്രാമപ്രദേശങ്ങളും അക്രമങ്ങൾ അരങ്ങേറി. അതായത് എല്ലാ പ്രദേശങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്? അക്രമം നടക്കുന്നുണ്ട്. നികുതി പിരിവുകാരും ജനങ്ങളുടെ കോപത്തിന് ഇരയായി. അപ്പോൾ നികുതി പിരിക്കാൻ വരുന്നവരും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങൾ ഓൾറെഡി ഈ പറയുന്ന നികുതി ഭാരം കൊണ്ട് ആകെക്കൊണ്ട് ഇതായിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു സമയത്ത് വീണ്ടും ഇവർ നികുതി പിരിക്കാൻ ഇറങ്ങുന്നത് അവരെ വീണ്ടും പ്രകോപിതരാക്കത്തേ ഉള്ളൂ. പിന്നെ ജനരോക്ഷം ഭയന്ന ലൂയി 16 ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകി. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? ഇനി കൂടുതൽ ഇതാക്കി കഴിഞ്ഞാൽ എന്നെ ഉമാർ തട്ടും എന്നുള്ള പേടിയുള്ളതുകൊണ്ടായിരിക്കാം ഈ ലൂയി 16 എന്ത് ചെയ്യുന്നു? ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾക്ക് എന്ത് ചെയ്തു? അംഗീകാരം നൽകി. ഇനി ദേശീയ സഭ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ദേശീയ സഭ നൽകിയ കുറച്ച് പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് നമ്മുടെ ഈ 3ാമത്തെ എസ്റ്റേറ്റ് ആണ് ദേശീയ സഭയായി പ്രഖ്യാപിച്ച് അവരാണ് ഈ പറയുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ആ നിയമങ്ങളാണ് ആര് പാസ്സാക്കിയത്? ഈ പറയുന്ന ലൂയി 16 പാസ്സാക്കിയത്. ദേശീയ സഭ നിയമനിർമ്മാണം വഴി നടപ്പിലാക്കിയ ചില പരിഷ്കാരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പരിഷ്കാരങ്ങൾ? അടിമത്തം നിർത്തലാക്കി. അടിമത്തം അവിടെ ഉണ്ടായിരുന്നതാണ്, അത് നിർത്തലാക്കി. പിന്നെ പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളഞ്ഞു. പ്രഭുക്കൾക്ക് പ്രത്യേകിച്ച് അധികാരമൊന്നും ഇല്ല. അപ്പോൾ ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകിക്കൊണ്ടിരുന്ന കരം നിർത്തലാക്കി. കരം എന്ന് പറയുന്ന നികുതിയാണ്, അത് നിർത്തലാക്കി. അധികമായി ചുമത്തിയിരുന്ന നികുതികൾ റദ്ദാക്കി. അതായത് സാധാരണക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്ന നികുതികളെല്ലാം അവരെന്ത് ചെയ്തു? എടുത്ത് കളഞ്ഞു. എല്ലാം കളഞ്ഞില്ല എങ്കിലും ഒരുവിധമുള്ള എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? കളഞ്ഞിട്ടുണ്ട്. അടിമത്തം എന്ത് ചെയ്തിട്ടുണ്ട്? നിർത്തലാക്കിയിട്ടും ഉണ്ട്. അതാണ് ദേശീയ സഭയ്ക്ക് ഈ ഒരു പോരാട്ടം കൊണ്ട് ലഭിച്ച ആദ്യത്തെ ഫലം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ബാസ്റ്റിൽ എന്നല്ലേ പേര്? ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച അതെന്നായിരുന്നു? 1789 ജൂലൈ 14 ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ലൂയി 16 ദേശീയ സഭയുടെ എന്തുവാണ് അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾക്ക് അല്ലെങ്കിൽ അവർ ആ ദേശീയ സഭ രൂപീകരിച്ച നിയമങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? അംഗീകാരം നൽകുന്നത്. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞേക്കുന്നത്? സ്ത്രീകളും ഫ്രഞ്ച് വിപ്ലവവും. ഭക്ഷ്യക്ഷാമവും ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 നയങ്ങളും സ്ത്രീകളെ പ്രക്ഷോഭത്തിനിറങ്ങാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ
ഭക്ഷ്യക്ഷാമം ഉണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് അവിടെ സാമ്പത്തിക പ്രതിസന്ധി മൂലം കർഷകരെല്ലാം ദാരിദ്ര്യത്തിലാണ്, അല്ലെങ്കിൽ സാധാരണക്കാർ ദാരിദ്ര്യത്തിലാണ്. അതുപോലെ തന്നെ ഈ ദേശീയ സഭ എന്ന് പറയുന്നത് 3 എസ്റ്റേറ്റുകാരുടെ സഭയാണ്. അതിനോട് ആര് സഹകരിക്കുന്നില്ല? ഈ ലൂയി 16 സഹകരിക്കത്തില്ലായിരുന്നു. പിന്നീടാണ് പുള്ളി എന്ത് ചെയ്യുന്നത്, ഒരു നിവൃത്തിയില്ലാന്ന് വന്നപ്പോഴാണ് ഈ പറഞ്ഞ അവരുടെ നിയമങ്ങളൊക്കെ അംഗീകരിക്കാൻ തയ്യാറാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു സന്ദർഭത്തിലാണ് സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്, പ്രക്ഷോഭത്തിനിറങ്ങാൻ തയ്യാറാവുന്നത്. അല്ലെങ്കിൽ അവർ പ്രക്ഷോഭത്തിലേക്ക് വരാനുള്ള റീസൺ ആണ് പറയുന്നത്. ഒന്ന് ഭക്ഷ്യക്ഷാമവും, പിന്നെ ഈ ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 ആറ്റിറ്റ്യൂഡും കൊണ്ടാണ് ഈ പറഞ്ഞ സ്ത്രീകൾ എന്ത് ചെയ്യുന്നത്, പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത്. ആയിരക്കണക്കിന് സ്ത്രീകൾ ചൂല് ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാമഗ്രികളും വാൾ, കുന്തം, തോക്ക് എന്നിവയും കയ്യിലേന്തി ബൂർബൻ രാജാക്കന്മാരുടെ വസതിയായ പാരീസിലെ വേഴ്സായ് കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. അപ്പോൾ അവരുടെ കയ്യിൽ ഭയങ്കര ആയുധങ്ങളൊന്നുമില്ല. ഉള്ളത് എന്തുവാണ് ഈ പറയുന്ന ചൂല്, അതുപോലെ വാള്, കുന്തം, തോക്ക്, അതൊക്കെ ഉണ്ട്. ഭയങ്കര ആയുധം അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും അവർ നിത്യോപയോഗ സാധനങ്ങളും പിന്നെ ഇതുപോലുള്ള ആയുധങ്ങളും ഒക്കെ കൊണ്ടാണ് ബൂർബൻ രാജാക്കന്മാരുടെ വസതി ഏതായിരുന്നു, വേഴ്സായ് കൊട്ടാരമാണ്, അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുന്നത്, മാർച്ച് ചെയ്യുന്നത്. അവരോടൊപ്പം വലിയൊരു ജനക്കൂട്ടവും ഉണ്ടായിരുന്നു. അവരൊറ്റയ്ക്കല്ലായിരുന്നു, അവരൊരു ഗ്രൂപ്പായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു. രാജാവിനെയും കുടുംബത്തെയും അവർ നിർബന്ധപൂർവ്വം പാരീസിലേക്ക് കൊണ്ടുവന്നു. അവരെന്ത് ചെയ്തു, രാജാവിനെയും കുടുംബത്തെയും പാരീസിലേക്ക് കൊണ്ടുവന്നു. ഗത്യന്തരമില്ലാതെ ദേശീയ സഭയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാമെന്ന് ലൂയി 16 ഉറപ്പ് കൊടുത്തു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് എന്ത് സംഭവിച്ചത്, ലൂയി 16 കീഴടങ്ങുന്നതെന്ന് പറഞ്ഞാൽ പുള്ളി അവരുടെ ആ ഒരു ആവശ്യങ്ങൾ അംഗീകരിക്കാം എന്നുള്ളൊരു നിലയിലേക്ക് എത്തുന്നത്. ഈ സ്ത്രീകളും ജനങ്ങളും ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാക്കാൻ പോകുന്നു. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുന്നു, ഇവർ ഈ ഒരാളിനെ നമുക്ക് നിയന്ത്രിക്കാം, ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. രാജാവ് ഒറ്റയ്ക്കാണെങ്കിൽ രാജാവ് ആക്രമിക്കപ്പെടാം, കൊല്ലപ്പെടാം, അതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം പാരീസിലേക്ക് കൊണ്ടുവന്നു. അവസാനം അദ്ദേഹം ജീവരക്ഷാർത്ഥമായിരിക്കും അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തരത്തിൽ ആ ദേശീയ സഭയുടെ നിയമങ്ങൾക്കെല്ലാം അംഗീകാരം നൽകുന്നു. ഫ്രാൻസിലെ പ്രശസ്ത നാടകകൃത്തും പൊതുപ്രവർത്തകയുമായിരുന്ന ഒളിം ദേ ഗുഷ് വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ഉറച്ച സ്ത്രീ ശബ്ദമായിരുന്നു. ഒരു സ്ത്രീയെ പറ്റിയാണ് മെൻഷൻ ചെയ്യുന്നത്. ഒളിബ് ദേ ഗൂഷ് ഒളിബ് ദേ ഗൂഷ് എന്ന് പറയുന്നത് ഒരു ഫ്രാൻസിലെ പ്രശസ്ത നാടകകൃത്തും പൊതുപ്രവർത്തകയായിരുന്നു. അവർ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച ഒരു വ്യക്തിയായിരുന്നു. സ്ത്രീയുടെയും പൗരരുടെയും അവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ദ ഫീമെയിൽ സിറ്റിസൺസ്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും, പഴയ ഹിസ്റ്ററി, അതായത് മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും, ഇവരിപ്പോൾ വോട്ടവകാശം കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു പൗരനാണ് എന്ന് പറയുമ്പോൾ അത് പുരുഷന്മാരെ ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്. അവിടെ സ്ത്രീകൾക്ക് എന്ത് ചെയ്തില്ല, അവർ പ്രാധാന്യം കൊടുക്കത്തില്ല. പിന്നെയും കുറേ വർഷങ്ങൾ വേണ്ടി വന്നിട്ടാണ് സ്ത്രീകൾക്ക് ഈ പറയുന്ന വോട്ടവകാശം അങ്ങനെയൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺസ്. സ്ത്രീകളും പൗരന്മാരാണ്. ഓക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള കാര്യം അതാണ്. കാര്യം പൗരന്മാരെന്ന് പറഞ്ഞ് ഭരണകൂടം കണക്കാക്കുന്നത് പുരുഷന്മാരെ മാത്രമായിരുന്നു. അതിലും പല ഇതുണ്ട്. അത് ആ ഒരു സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യുന്നു, സ്ത്രീകളും പൗരന്മാരാണ്, സ്ത്രീകളുടെയും അവകാശ സംരക്ഷണം സാധ്യമാക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ അവകാശ പ്രഖ്യാപനം ഉണ്ടാകണം എന്നുള്ള രീതിക്ക് ആണ് എന്ത് ചെയ്തേക്കുന്നത്, ഇത് മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെയും സ്ത്രീ പൗരന്മാരുടെയും അവകാശ പ്രഖ്യാപനം എന്ന പ്രശസ്ത ഗ്രന്ഥത്തിൽ പുരുഷന്മാർക്ക് ലഭിച്ച അവകാശങ്ങൾ സ്ത്രീകൾക്കും ലഭിക്കണമെന്നവർ അവകാശപ്പെട്ടു. അപ്പോൾ അവരുടെ പുസ്തകത്തിൻ്റെ പേരാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺസ്. ആരുടെ ബുക്കാണ്? ഒളിംബ് ദേ ഗൂഷ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വിപ്ലവകാരിയാണെന്ന് പറയാം. ഫ്രാൻസിലെ പ്രശസ്തമായിട്ടുള്ള ഒരു നാടകകൃത്തും പൊതുപ്രവർത്തകയുമായിട്ടുള്ള വ്യക്തിയാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ സ്ത്രീ സാന്നിധ്യത്തിന് പുള്ളിക്കാരി കാരണമായിട്ടുള്ള പുള്ളിക്കാരിയുടെ പുസ്തകമാണ് സ്ത്രീയുടെയും സ്ത്രീ പൗരന്മാരുടെയും അവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ അധികാരവും അവകാശങ്ങളുമുള്ള സാമൂഹിക ഘടനയ്ക്ക് വേണ്ടി അവർ നിലകൊണ്ടു. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ തുല്യ അധികാരം, ഇക്വാളിറ്റി, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ച മറ്റൊരു വനിതയായിരുന്നു മാഡം റാങ് റോളണ്ട്. അടുത്ത വ്യക്തിയുടെ പേരാണ് മാഡം റാങ് റോളണ്ട്. സ്ത്രീകളുടെ ഈ അവകാശ സമരത്തിന് ചില നേട്ടങ്ങളുണ്ടായി. സ്വത്തിന് മേലുള്ള അവകാശം, വിവാഹമോചനം നേടുന്നതിനുള്ള അവകാശം എന്നിവ അവയിൽ ചിലതാണ്. അപ്പോൾ അതുവരെ സ്വത്തിന് മേൽ അവകാശം ആർക്കില്ലായിരുന്നു? സ്ത്രീകൾക്കില്ലായിരുന്നു. അതുപോലെ വിവാഹമോചനത്തിനും ഉള്ള അവകാശവും ഇല്ലായിരുന്നു അവർക്ക്. അപ്പോൾ അതൊക്കെ നേടുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ
എന്തുവാണ് വിപ്ലവങ്ങളിലൂടെയും അല്ലെങ്കിൽ അവരുടെ നിലപാടുകളിലൂടെയും ഒക്കെ ആണെന്ന് പറയാം. ഓക്കെ, 2 പേരുടെ പേരാണ് പഠിച്ചത്. ഒന്ന് മാഡം ഴാങ് റോളണ്ട്, അതുപോലെ അടുത്ത ആളുടെ പേരെന്ത് വരുന്നത് ഒളിബ് ദേ ഗൂഷ്. ഓക്കെ, ഇവർ രണ്ടും ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട വനിതകളാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വനിതകളാണ്. ഇനി വസ്ത്രം പ്രതിഷേധത്തിന്റെ പ്രതീകം എന്താണെന്ന് നോക്കാം. ഫ്രാൻസിലെ ഉന്നത കുലജാതർ പരമ്പരാഗതമായി ധരിച്ചിരുന്നത് കാൽമുട്ട് വരെ ഇറക്കമുള്ള ബ്രീച്ചുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം പാൻസ് ആയിരുന്നു. കാൽമുട്ടുവരെ ഇറക്കമുള്ളതോ? കാൽമുട്ടുവരെ ഇറക്കമുള്ള ബ്രീച്ചുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം പാൻസ് ആയിരുന്നു. ഉന്നത കുലജാതരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും കാൽപാദം വരെ എത്തുന്ന പാൻഡലോൺ എന്നറിയപ്പെടുന്ന നീളൻ ട്രൗസറുകൾ ധരിക്കാൻ തുടങ്ങി. അപ്പോൾ അതൊരു പ്രതിഷേധമാണ്. അതായത് ഉന്നത കുലജാതരാണ് ഈ മുട്ടുവരെയുള്ള പാൻസ് യൂസ് ചെയ്തിരുന്നത്. അപ്പം അതിനെക്കാട്ടി അവരോടുള്ള പ്രതിഷേധം കാണിക്കാൻ എന്ത് ചെയ്തു? ഇവർ ഫുൾ പാൻസ്, അതായത് കാൽപാദം വരെ എത്തുന്ന പാൻഡലോൺ എന്നറിയപ്പെടുന്ന ഒരു തരം പാൻസ് എന്ത് ചെയ്യുന്നു? നീളൻ ട്രൗസറുകൾ ധരിക്കാൻ തുടങ്ങി. ഇവർ സാൻസ്ക്യുലോട്ടുകൾ എന്നറിയപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ ഡ്രസ്സ് ഇട്ടവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സാൻസ്ക്യുലോട്ടുകൾ എന്ന് വിളിക്കുന്നു. സാൻസ്ക്യുലോട്ടുകൾ ഓക്കെ എന്നറിയപ്പെട്ടു. വിപ്ലവാനുകൂലികളുടെ പ്രതീകമായി പാൻഡലോൺ മാറി. അതായത് സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന ഉന്നത കുലജാതർ, അതായത് രാജകുടുംബം, അതുപോലെ പുരോഹിതർ, പ്രഭുക്കന്മാർ, അവർക്കെതിരെ പ്രതിഷേധമുള്ളവർ എന്ത് ചെയ്യും? ഈ വസ്ത്രം ധരിക്കും. അതായത് ഈ പാൻഡലോൺ എന്ന് പറയുന്ന വസ്ത്രം ധരിക്കും. ഓക്കെ, അതായത് ഈ വസ്ത്രം പ്രതിഷേധത്തിന്റെ പ്രതീകമായി കൂടുതൽ ആളുകൾ പാൻഡലോൺ ധരിക്കാൻ തുടങ്ങിയത് വിപ്ലവം ജനകീയമായി മാറി എന്നതിന്റെ തെളിവായി. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മൾ ഈ വിദേശ വസ്ത്രം ബഹിഷ്കരിച്ചിട്ട് ഖാദിയിലേക്ക് മാറിയില്ലേ? അതും ഇതേപോലെ ഒന്നാണ്. ഓക്കെ, വസ്ത്രം യൂസ് ചെയ്ത് പ്രതിഷേധം നടത്തുന്നത് അതേപോലെ പ്രതിഷേധമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നമ്മുടെ ഫ്രാൻസിന്റെ കാര്യം പറയുന്നത്. അതിന്റെ സാൻസ്ക്ലോട്ട് ദമ്പതികൾ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നുണ്ട്. അവർ ഫുൾ പാൻസ് ആണ് ധരിച്ചിരിക്കുന്നത്. ഇതിനെയാണ് പാൻഡലോൺ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഫ്രിജിയൻ തൊപ്പിയും വിപ്ലവത്തിന്റെ പ്രതീകമായിരുന്നു. അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികൾ ചുവപ്പ് നിറമുള്ള ഫ്രിജിയൻ തൊപ്പി ധരിച്ചത്. ഫ്രിജിയൻ തൊപ്പി ഇതാണ്. അതായത് ഫ്രിജിയൻ തൊപ്പിയും വിപ്ലവത്തിന്റെ പ്രതീകമായിരുന്നു. അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് തൊഴിലാളികൾ ചുവപ്പ് നിറമുള്ള ഫ്രിജിയൻ തൊപ്പി ധരിച്ചത്. അപ്പോൾ ഫ്രിജിയൻ തൊപ്പിയുടെ നിറം എന്തുവാണ്? ചുവപ്പ് നിറമാണ്. അത് എന്തിനായിരുന്നു? അടിമത്തം നിർത്തലാക്കിയല്ലോ. ഇപ്പോൾ ഈ പറയുന്ന ദേശീയ സഭയുടെ നിയമങ്ങൾ പ്രകാരം അടിമത്തം ആര് നിർത്തലാക്കി? ഈ പറയുന്ന ലൂയി 16 അത് നിയമം മൂലം നിർത്തലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രതീകമായിട്ട് അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഫ്രിജിയൻ തൊപ്പി ധരിച്ചിരുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി അടുത്ത നമുക്ക് പുതിയ ഭരണഘടനയാണ്. പുതിയ ഭരണഘടന അതായത് ആർക്ക്? നമ്മുടെ ഫ്രാൻസിന് പുതിയ ഭരണഘടന നോക്കാം. സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും. അപ്പോൾ മനുഷ്യർ സ്വതന്ത്രരായി ജനിക്കുന്നു എന്നാണ് പറയുന്നത്. അവകാശങ്ങളിൽ അവർക്ക് എന്തുണ്ട്? തുല്യതയുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് മനുഷ്യൻ ജനിക്കുന്നതും ജീവിക്കുന്നതും എന്നാണ് പറയുന്നത്. ദേശീയ സഭ ഫ്രാൻസിനായി തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഒരു ഭാഗമാണ് മുകളിൽ വായിച്ചത്. അപ്പോൾ ഫ്രാൻസിനായിട്ട് ദേശീയ സഭ ഫ്രാൻസിന് വേണ്ടി എന്ത് തയ്യാറാക്കിയുടെ? ഒരു ഭരണഘടന തയ്യാറാക്കി. അതിൻ്റെ ആമുഖത്തിലുള്ള വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നതും ജീവിക്കുന്നതും. ഈ ഭരണഘടനയുടെ ആമുഖമുള്ള ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഒരു പ്രധാന ഫലമാണ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഈ ആമുഖം ഉൾപ്പെടുത്തിയ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ത് ചെയ്യുന്നത്? ഉണ്ടാവുന്നത്. എന്തായിരുന്നു? ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മെൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓഫ് ദ സിറ്റിസൺ, ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മെൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ, അതായത് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. അതിൻ്റെ ആമുഖത്തിൽ ഈ വാക്കുകളുണ്ട്. മനുഷ്യർ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമായിട്ടാണ് മനുഷ്യർ ജനിക്കുന്നതും ജീവിക്കുന്നതും എന്ന്. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലമായിട്ടാണ് അത്തരത്തിലൊരു ഡിക്ലറേഷൻ ഉണ്ടാവുന്നത്. 1789 നടന്ന ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് 1789 1789 ജൂലൈ 14 എന്താണ് സംഭവിച്ചത്? ബാസ്റ്റൽ കോട്ടയുടെ പതനം സംഭവിച്ചു. 1789 ജൂൺ 20 അത് അന്നാണ്
ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ എസ്റ്റേറ്റിലെ വ്യക്തികളെല്ലാം കൂടെ ചേർന്ന് നമ്മളാണ് ഫ്രാൻസിന്റെ ദേശീയ സഭ എന്ന് പ്രഖ്യാപിക്കുകയും അവരുടെ അടുത്തുള്ള ഒരു നിയർ ബൈ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് 1789 ജൂൺ 20-ലാണ്. അപ്പോൾ 1780-ലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത് എന്നാണ് 1789-ലാണ്. ഇനി എന്തൊക്കെ ആശയങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് പറയുന്നത് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ എന്നുള്ളതൊന്ന് നോക്കാം. എന്താണ്? സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. അപ്പം മനുഷ്യരെല്ലാവരും എന്താണ്? സ്വതന്ത്രരാണ്. അതായത് അടിമത്തം മതിയാക്കി. അപ്പം ആരുടെയും മേൽ ആർക്കും അധികാരമില്ല, എല്ലാവരും സ്വതന്ത്രരാണ്. സ്വതന്ത്രരായി ജനിക്കുന്ന മനുഷ്യർ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രരായി എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു. അവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ട്. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും സഹകരണ സംഘങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെയൊക്കെ ലക്ഷ്യം എന്താണ്? മനുഷ്യൻ്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നത്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഗ്രൂപ്പിൽ അംഗമാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ രാഷ്ട്രീയ കൂട്ടായ്മ എന്താണെന്ന് പറയുന്നുണ്ട്. ഇനി എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. നേരത്തെ പരമാധികാരം ആർക്കായിരുന്നു? രാജാവിനായിരുന്നു. ദൈവദത്താധികാര സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന ബൂർബൻ ഭരണാധികാരികളാണ് ഫ്രാൻസിൽ ഭരണം നടത്തിയിരുന്നത്. അത് മാറി ഇപ്പം എന്തായി? എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം, പ്രവർത്തനങ്ങൾ നടത്താം, പക്ഷെ അത് ആർക്കും ഹാനികരം ആകരുത്. നിങ്ങളുടെ നല്ലതിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ മറ്റൊരാൾക്ക് ഹാനികരമാകരുത്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. അപ്പോൾ സമൂഹത്തിന് ഹാനികരമായിട്ട്, അതായത് സമൂഹത്തിന് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ? വിലക്കാൻ അല്ലെങ്കിൽ അതിനെ നിർത്തലാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഈ പറയുന്ന നിയമത്തിനുണ്ട്. അതിനുള്ള അവകാശമേ ആർക്കുള്ളൂ? നിയമത്തിനുള്ളൂ എന്നാണ് പറയുന്നത്. ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് നിരവധി പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ പരിഷ്കരണങ്ങൾ കൊണ്ടു. ഈ പറയുന്നതൊക്കെ എന്തായിരുന്നടേ? ഇത് നമ്മളുടെ ഡിക്ലറേഷൻ, ആ പറഞ്ഞ ഫ്രാൻസിന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രധാന പോയിന്റുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ പറ്റിയും അവന്റെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അവന് സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നുണ്ട്. പരമാധികാരം ആർക്കാണെന്ന് പറയുന്നുണ്ട്. ഹാനികരമല്ലാത്ത, അതായത് സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അധികാരമുണ്ട്. അതെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് പലതരത്തിലുള്ള പരിഷ്കരണങ്ങൾ, അതായത് ചേഞ്ചുകൾ നടപ്പിലാക്കി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. രാജ്യത്താകമാനം ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി. അപ്പോൾ ഒരു രാജ്യത്തിന് ഒരു ഭരണഘടന എന്നുള്ള രീതിക്ക് രാജ്യത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്താണ്? ഒരു ഏകീകൃത ഭരണഘടന എന്ത് ചെയ്തു? നടപ്പിലാക്കി. നമുക്കൊന്നുകൂടെ പറയാം. ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ഈ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണ്? രാജ്യത്താകമാനം ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി. അതായത് രാജ്യത്തിലുള്ള എല്ലാ വ്യക്തികളും അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന ഭരണഘടനയെ അടിസ്ഥാനമാക്കിയായിരിക്കും. അപ്പോൾ രാജ്യത്തിനെല്ലാം കൂടെ ഒരു ഭരണഘടന. ഓക്കെ, ഇനി അസൈനാറ്റ് എന്ന പേരിൽ പുതിയ കടലാസ് കറൻസി പുറത്തിറക്കി. അവർ കറൻസി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പുതിയൊരു കറൻസി. അതിനെയാണ് അസൈനാറ്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി. മതമേധാവികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഈ പുരോഹിതന്മാരെയും കത്തോലിക്ക സഭയുടെ അണ്ടറിലുള്ള ആൾക്കാരാണ്. അതായത് അത് മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് മുമ്പത്തെ ഏതോ ചാപ്റ്ററിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത്
മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ പുരോഹിതന്മാരെ പറയുന്നത്. അവർക്ക് ആ മേധാവിത്വമുണ്ട്. അതിൻ്റെ ഇതിലാണ് അവർ ഒരുപാട് ഭൂമി കൈവശം പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഭൂമിക്ക് മേൽ നികുതിയൊന്നും കൊടുക്കണ്ട, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്ന സ്വത്തുക്കൾ എന്ത് ചെയ്തു? കണ്ടുകെട്ടി പൂർണ്ണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. അവരെന്ത് ചെയ്തു? മതസഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിനും തുല്യത എന്നുള്ള രീതിക്ക് ഉള്ള ഒരു ഐഡിയ പ്രഖ്യാപിച്ചു. പുരോഹിതർ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്നവരായി മാറി. അപ്പോൾ എന്തായിരുന്നു നേരത്തെ? എന്തായിരുന്നു അവർ പറയുന്നതാണ്, അവർക്കാണ് അവിടെ സമൂഹത്തിൽ കൂടുതൽ വോയിസ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവർ പറയുന്നതിന് രാജാവ് അത്രയധികം മൂല്യം കൊടുത്തിരുന്നു. അവർക്ക് നികുതി പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അവർക്ക് ഗവൺമെന്റ് നികുതി കൊടുക്കണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വളരെയധികം ഒരുപാട് ഈ എന്താ പറയുന്നതിനെ, അങ്ങനെ ഒരു സ്റ്റേജിലായിരുന്നു ഈ പറഞ്ഞ പുരോഹിതർ. അവരിപ്പോൾ എങ്ങനെയായി? ഗവൺമെന്റിന്റെ ശമ്പളം വരുന്നവരായിട്ട് മാത്രം മാറി. ഇതെല്ലാമാണ് എന്ത് ചെയ്തേക്കുന്നത്? ദേശീയ സഭ ഫ്രാൻസിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ. രാജ്യത്തെ ഏകീകൃത ഭരണഘടന, അസൈനാറ്റ് എന്ന് പറയുന്ന ഒരു കടലാസ് കറൻസി കൊണ്ടുവന്നു. മതമേധാവികളുടെ നിയന്ത്രണത്തിലുള്ള ഭൂമിയെല്ലാം കണ്ടുകെട്ടി. അതുപോലെ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. പുരോഹിതർ ഗവൺമെന്റിന്റെ ശമ്പളം വരുന്നവരായി മാത്രം മാറി. ഓക്കെ, ഇനി അസൈനാറ്റ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു അസൈനാറ്റ്. ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനും ദേശീയ കടം വീട്ടാനുമുള്ള ബോണ്ടും പണവുമായി ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് കടം ഉണ്ടായിരുന്നു. മറ്റേ ലൂയി 16 കുറേ കടം മേടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ കടം രാഷ്ട്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ ദേശീയ കടം വീട്ടാനുള്ള ബോണ്ടും പണവുമായി ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാലക്രമേണ ഗവൺമെന്റ് അതിന്റെ ചെലവുകൾ വഹിക്കുന്നതിനായി അമിതമായ അളവിൽ അസൈനാറ്റ് അടിച്ചിറക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, കാലക്രമേണ ഗവൺമെന്റ് അതിന്റെ ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന നോട്ട് അടിച്ചിറക്കാൻ തുടങ്ങിയത്. ഇത് വൻതോതിലുള്ള പണപ്പെരുപ്പത്തിനും കറൻസിയുടെ ദ്രുതഗതിയിലുള്ള മൂല്യത്തകർച്ചയ്ക്കും കാരണമായി. അപ്പോൾ എന്ത് ചെയ്തിട്ട് ഒരുപാടായപ്പോൾ ഇതിന് മൂല്യത്തകർച്ച ഉണ്ടായി എന്നാണ് പറഞ്ഞു വരുന്നത്. 1796 ആയപ്പോഴേക്കും അസൈനാറ്റിന്റെ മൂല്യം നഷ്ടപ്പെട്ടു. അപ്പോൾ ആ പറഞ്ഞ കറൻസിയുടെ മൂല്യം നഷ്ടമാകുന്നത് 1796 എന്തുകൊണ്ടാണ് ഇതിന്റെ മൂല്യം നഷ്ടമായത്? കാര്യം ഈ പറഞ്ഞ അധികമായിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ ചെലവ്, കടം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു? ഒരുപാട് പണം എന്ത് ചെയ്യുന്നു? അടിച്ചിറക്കുന്നു. അതുമൂലം ആണ് ഈ പറയുന്ന കറൻസിയുടെ മൂല്യം 1796 ആയപ്പോഴേക്കും എന്ത് ചെയ്തത്? നഷ്ടം ആകുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അസൈനാറ്റ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം അവർ ദേശീയ സഭ അടിച്ചിറക്കിയ അല്ലെങ്കിൽ അവർ അച്ചടിച്ചിറക്കിയ ഒരു പേപ്പർ കറൻസിയാണ് അസൈനാറ്റ് എന്ന് പറയുന്നത്. 1789 1796 ആയപ്പോഴത്തേക്കും ഇതിന്റെ മൂല്യം എന്ത് ചെയ്തു? നഷ്ടമായതാണ് പറയുന്നത്. ഓക്കെ, ഇനി ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും എന്താണെന്ന് നോക്കാം. ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും. 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി നിലവിൽ വന്നു. അപ്പോൾ അതുവരെയും 1789 തൊട്ട് 1792 വരെയും ഫ്രാൻസിൽ ഭരണം നടത്തിയത് അല്ലെങ്കിൽ ആ ഫ്രാൻസിന്റെ ഭരണക്രമത്തെ നിയന്ത്രിച്ചത് ദേശീയ സഭയായിരുന്നു. 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി നിലവിൽ വന്നു. നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. അപ്പോൾ ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ഈ പറയുന്ന നാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്ന പുതിയ ഭരണസമിതി നിലവിൽ വന്നു. അവരാണ്. ഓക്കെ, റിപ്പബ്ലിക്കായി ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നതും ആരാണ്? ഈ പറയുന്ന നാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്ന ഭരണസമിതിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ലൂയി 16 എന്ത് ചെയ്തു? വധിക്കാനും പ്രഖ്യാപിച്ചു. ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ടും ഇവർ പ്രഖ്യാപിച്ചു. ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിന്റെ ഭരണ നേതൃത്വം ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. അപ്പോൾ ആ ഗ്രൂപ്പ് ഏതാണെന്ന് പിന്നെ പറയും കേട്ടോ. ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. യൂറോപ്പിലെ പ്രബല ശക്തികളായ ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടുന്നതിന് വേണ്ടി പൊതുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. അതായത് ഇപ്പം എന്താ പറഞ്ഞത്? 1792 ദേശീയ സഭ എന്ന് പറയുന്നതിന് പകരം നാഷണൽ കൺവെൻഷൻ വന്നു. ഫ്രാൻസ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കി. റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിന്റെ നേതൃത്വം ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. ഓക്കെ, ജാക്കോബിൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അത് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വായിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവർക്ക് നല്ലത് അല്ലേ. ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളും എന്താണെന്ന് നോക്കാം.
ജാക്കോബിനുകളും ജിറോണ്ടിസ്റ്റുകളും. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു ഈ പറയുന്ന ജാക്കോബിനുകൾ. ഓക്കെ, രാഷ്ട്രീയ സാമൂഹിക വിഭാഗമാണ് അവര്. ജാക്കോബിൻ എന്നറിയപ്പെട്ട സംഘം. ജാക്കോബിൻ കോൺവെന്റിലാണ് ഇവർ ആദ്യകാലത്ത് യോഗം ചേർന്നിരുന്നത്. അതിനാലാണ് ഇവർ ജാക്കോബിനുകൾ എന്നറിയപ്പെട്ടത്. അപ്പൊ ജാക്കോബിൻ കോൺവെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവരുടെ യോഗങ്ങൾ ചേർന്നിരുന്നത്. അതുകൊണ്ടാണ് ഇവർ ജാക്കോബിനുകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ സംഘത്തിന്റെ ഒരു പ്രധാന നേതാവായിരുന്നു റോബസ്പിയർ. റോബസ്പിയർ എന്ന് പറയുന്ന വ്യക്തി ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്? ഈ പറയുന്ന ജാക്കോബിനുകൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. അക്കാലത്ത് ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയവരായിരുന്നു ജാക്കോബിനുകൾ. അപ്പോൾ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വലിയ രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന ജാക്കോബിനുകൾ എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന നേതാവായിരുന്നു ആര്? ഈ പറയുന്ന റോബസ്പിയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാണെന്ന് നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രധാന വിഭാഗമായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ. ഓക്കെ, ജിറോണ്ടിസ്റ്റുകൾ ഫ്രാൻസിന്റെ തെക്ക് പടിഞ്ഞാറുള്ള ജിറോണ്ട് പ്രദേശത്ത് നിന്നും വന്ന ദേശീയ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു ഇവർ. അപ്പോൾ എന്താണ്, ഫ്രാൻസിന് പല പല പ്രദേശങ്ങളുണ്ടല്ലോ, അതിൽ ഫ്രാൻസിന്റെ തെക്ക് പടിഞ്ഞാറ് പ്രദേശത്തുള്ള ജിറോണ്ട് എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രദേശമുണ്ട്. അവിടെ നിന്ന് വന്നിട്ടുള്ള ദേശീയ അസംബ്ലിയിൽ അംഗങ്ങളായിട്ടുള്ള വ്യക്തികളാണ് ജിറോണ്ടിസ്റ്റുകൾ എന്നറിയപ്പെടുന്നത്. അംഗങ്ങളായിരുന്നു ഇവരിൽ ചിലർ. അവരിൽ എല്ലാവരും അല്ല, ഇവരിൽ ചിലർ, അതായത് കുറച്ചുപേര്. ജാക്കോബിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ മിതവാദ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇവര് ഭീകരവാദ ടീമും ഇത് മിതവാദ ടീമുമാണെന്ന് നമുക്ക് അനുമാനിക്കാം. ഓക്കെ, അപ്പൊ ഇവർ മിതവാദ നിലപാടുകൾ സ്വീകരിച്ചു. ഉടമകളും വ്യാപാരികളുമായ ഉന്നതവർഗക്കാരുടെ പ്രതിനിധികളായിരുന്നു ഇവർ. അപ്പോൾ ഉടമകളും വ്യാപാരികളുമായിട്ടുള്ള ഉന്നതവർഗക്കാരുടെ പ്രതിനിധികളായിരുന്നു ആര്? ഈ പറയുന്ന ജിറോണ്ടിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഫ്രാൻസിന്റെ തെക്ക് പടിഞ്ഞാറുള്ള ജിറോണ്ട് എന്ന് പറയുന്ന പ്രദേശത്തു നിന്നുള്ള നമ്മുടെ ദേശീയ അസംബ്ലിയിൽ അംഗങ്ങളായിട്ടുള്ള ചിലരായിരുന്നു ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. ഇവർ മിതവാദ നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത്. എങ്കിൽ ഈ റോബസ്പിയർ മിതവാദിയൊന്നും അല്ല. പുള്ളി ഇച്ചിരി എന്താണ്, ഇത്തിരി ഒരു വേറെ രീതിക്കുള്ള ഒരു ഇതാണ്, തീവ്രവാദം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു മൈൻഡാണ് പുള്ളിക്ക്. അപ്പം ഫ്രാൻസിന്റെ നേതൃത്വം ആര് പിടിച്ചെടുത്തു? ഈ പറയുന്ന റോബസ്പിയർ, പ്രധാന നേതാവ് റോബസ്പിയർ ആണ്. പുള്ളിയുടെ നേതൃത്വത്തിൽ ജാക്കോബിനുകൾ പിടിച്ചെടുത്തു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് യൂറോപ്പിലെ പ്രബല ശക്തികളായിരുന്നു അക്കാലത്ത്, അതായത് ഈ പറഞ്ഞ 1792 ആ കാലഘട്ടത്തിൽ യൂറോപ്പിലെ പ്രബല ശക്തികളായിരുന്നു ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ ഈ സ്ഥിതിവിശേഷം നേരിടുന്നതിന് വേണ്ടി പൊതുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ ആ ഒരു ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി ഫ്രാൻസിൽ രൂപീകരിക്കപ്പെട്ടതാണ് ഈ പൊതുരക്ഷാ കമ്മിറ്റി അല്ലെങ്കിൽ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി എന്ന് പറയുന്നത്. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിഭീകരമായ ഭരണമാണ് പാരീസിൽ ഇറങ്ങിയത്. അപ്പോൾ ഈ പറയുന്ന കമ്മിറ്റിയുടെ ഭരണം വളരെ ഭീകരമായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണോ നോക്കാം. പാരീസ് നഗരത്തിന്റെ ഭരണം ടാൻഡൻ, ഹെബർട്ട്, മരാട്ട്, റോബസ്പിയർ എന്നിവരുടെ കൈകളിലായിരുന്നു. ഫ്രാൻസ് നഗരത്തിന്റെ ഭരണം ടാൻഡൻ, ഹെബർട്ട്, മരാട്ട്, റോബസ്പിയർ എന്നിവരുടെ കൈകളിലായിരുന്നു. പ്രഭുക്കൾ, പുരോഹിതർ, രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ ദിനംപ്രതി രാജ്യദ്രോഹികളെന്ന മുദ്രകുത്തി കാരാഗൃഹത്തിൽ അടച്ചു. ഈ ഗ്രൂപ്പുകാർ, അതായത് നമ്മുടെ ഫ്രാൻസ് ഇപ്പോൾ റിപ്പബ്ലിക്കായി എന്നാണ് 1792 ആ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ 16 എന്ത് ചെയ്തു, ശിക്ഷയ്ക്ക് വിധിച്ചിട്ട് അവർ ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ആ സമയത്ത് ആണ് ഭരണം ആരുടെ കയ്യിലാകുന്നത്? ഈ പറയുന്ന ജാക്കോബിനുകളുടെ കയ്യിലാവുന്നത്. ആ സമയത്ത് ഈ പറയുന്ന യൂറോപ്യൻ ശക്തികൾ ഫ്രാൻസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ആ പശ്ചാത്തലത്തിൽ രൂപീകരിക്കപ്പെട്ടതാണ് കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി എന്ന് പറയുന്നത്. പക്ഷെ ആ കമ്മിറ്റി ഫ്രാൻസിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വലിയ രീതിക്കുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു ഭരണമാണ് എന്ത് ചെയ്തത്, നടപ്പാക്കിയത്. ഓക്കെ, അവരുടെ ഭരണത്തിൽ മെയിനായിട്ടുണ്ടായിരുന്ന 4 പേരുടെ കാര്യം, അതായത് അവർ പാരീസ് നഗരമാണ് മെയിനായിട്ട് പറയുന്നത്. അതിലും 4 പേര് ടാൻഡൻ, അതുപോലെ ഹെബർട്ട്, അതുപോലെ എന്താണ് മരാട്ട്, റോബസ്പിയർ എന്നിവരായിരുന്നു. ഇവരെന്ത് ചെയ്തു, പുരോഹിതന്മാര്, പ്രഭുക്കന്മാര്, രാജാവിനെ അനുകൂലിക്കുന്നവരെ ഇവരെല്ലാവരും എന്തായിട്ട് കണക്കാക്കി, രാജ്യദ്രോഹികളാക്കി കണക്കാക്കി കാരാഗൃഹത്തിലടച്ചു. ഇനി ജയിലുകൾ നിറഞ്ഞപ്പോൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി 1500ഓളം പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി. അവരെന്ത് ചെയ്തു, ഉള്ള ആൾക്കാരെ എല്ലാം പിടിച്ച് ജയിലിലാക്കുന്നു. ജയിൽ നിറഞ്ഞപ്പോഴത്തേക്കും ആ എണ്ണം കുറയ്ക്കാൻ അല്ലെങ്കിൽ ആ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി 1500ഓളം പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത് കുപ്രസിദ്ധമായ സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ സെപ്റ്റംബർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്ന ഇതിനെയാണ്. ഓക്കെ, ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി നിർമ്മിച്ച പ്രത്യേക യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ. അപ്പോൾ ഈ റോബസ്പിയറിനെ അറിയപ്പെടുന്നത് തന്നെ ഈ ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഉപകരണത്തിന്റെ ബേസിസിലാണ്. നമ്മൾ ടോം ആൻഡ് ജെറി കാർട്ടൂണിലൊക്കെ കണ്ടു കാണുന്നുണ്ട്. ഇതേപോലെ ഇതൊരു മൂർച്ചയുള്ള കത്തിയാണ്. അത്
ആളെ ഇവിടെ കിടത്തി ആളെ തല വെട്ടിക്കളയുന്ന പരിപാടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അത്രയും പേരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്രയും ഭീകരമായിട്ടുള്ള ഒരു രീതിയാണ്, അത്തരത്തിലുള്ള ഭരണമാണ് ഫ്രാൻസിൽ നടന്നതെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1500ഓളം പേരെ എന്ത് ചെയ്തു, തെരുവുകളിൽ വെച്ച് കൊലപ്പെടുത്തി. ഇതിനെയാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഫ്രാൻസിലാണ് ഇത് അരങ്ങേറുന്നത്. ഇതിന് നേതൃത്വം നൽകിയത് ഈ ഗില്ലറ്റിൻ യൂസ് ചെയ്ത് ഈ റോബസ്പിയർ ആണ്. ഓക്കെ, ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി നിർമ്മിച്ച പ്രത്യേക യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ. ഭീകരവാഴ്ചയുടെ കാലത്ത് അനേകായിരങ്ങളുടെ മരണത്തിന് കാരണമായ റിപ്പബ്ലിക്കിന്റെ നേതാക്കന്മാരും പിന്നീട് ഇതേ രീതിയിൽ ഗില്ലറ്റിന് വിധേയരായി വധിക്കപ്പെട്ടു. അതായത് ഇവരാദ്യം കുറേ പേരെ കൊന്നൊടുക്കി, പിന്നീട് എന്ത് ചെയ്തു, ഈ കർമ്മ റിട്ടേൺസ് എന്ന് പറയുന്ന കണക്ക് അവർ അവസാനം എങ്ങനെ തന്നെ മരിച്ചു, ഈ പറയുന്ന ഗില്ലറ്റിൻ കൊണ്ട് തന്നെയാണ് മരണപ്പെടുന്നത്. റോബസ്പിയറോ അങ്ങനെ തന്നെയാണ് വധിക്കപ്പെടുന്നത്. ഓക്കെ, വിപ്ലവകാരികൾ നിലവിലെ കലണ്ടർ ഉപേക്ഷിക്കുകയും പുതിയ വിപ്ലവ കലണ്ടർ നടപ്പിലാക്കുകയും ചെയ്തു. അവരെന്ത് ചെയ്തു, അതായത് ഈ പറയുന്ന ഭരണാധികാരികൾ ഇത്തരത്തിൽ കൊടും ക്രൂരത ചെയ്യുന്ന ഭരണാധികാരികളെ വെച്ചുകൊണ്ടിരിക്കത്തില്ലല്ലോ. ആ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നു. പിന്നീട് അവരെന്ത് ചെയ്യുന്നു, അവർ വിപ്ലവകാരികൾ ഇവരെ കീഴ്പ്പെടുത്തി അവരെയും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഗില്ലറ്റിൻ ഉപയോഗിച്ച് തന്നെ വധിക്കുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്തെന്നാണ് പറയുന്നത്, അവർ ആ നിലവിലുണ്ടായിരുന്ന കലണ്ടർ അങ്ങ് ഉപേക്ഷിച്ചിട്ട് പുതിയൊരു കലണ്ടർ, വിപ്ലവ കലണ്ടർ നടപ്പിലാക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എന്താണ് വിപ്ലവ കലണ്ടർ എന്ന് ഇവർ പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഫ്രാൻസിൽ നിലവിലുണ്ടായിരുന്ന ഗ്രിഗോറിയൻ കലണ്ടറിന് പകരമായി 1793 ഒക്ടോബറിൽ നിലവിൽ വന്ന കലണ്ടറാണ് വിപ്ലവ കലണ്ടർ എന്ന് പറയുന്നത്. അതുവരെ ഫ്രാൻസിൽ ഉണ്ടായിരുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. ഓക്കെ, ഗ്രിഗോറിയൻ കലണ്ടർ. അതിന് പകരമായിട്ട് 1793 എന്ത് നിലവിൽ വരുന്നത്, ഈ പറയുന്ന വിപ്ലവ കലണ്ടർ നിലവിൽ വരുന്നത്. വിപ്ലവ കലണ്ടർ എന്ന പേരിൽ പ്രശസ്തമായ ഈ കലണ്ടർ തുടങ്ങുന്നത് ഫ്രാൻസിൽ റിപ്പബ്ലിക്കായി മാറിയ 1792 സെപ്റ്റംബർ 22. അപ്പോൾ ഫ്രാൻസ് റിപ്പബ്ലിക്കായ ഡേറ്റ് ഇപ്പോഴാണ് പറയുന്നത്. റിപ്പബ്ലിക് ആയത് എന്നാണ് 1792 സെപ്റ്റംബർ 22 ഫ്രാൻസ് റിപ്പബ്ലിക് ആയത്. അതിനുശേഷമാണ് സെപ്റ്റംബർ കൂട്ടക്കൊല നടക്കുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ഈ പറയുന്ന കലണ്ടർ എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഓക്കെ, 1792 സെപ്റ്റംബർ 22 ഫ്രാൻസ് എന്ത് ചെയ്യുന്നു, റിപ്പബ്ലിക്കായി മാറുന്നു. ആ വർഷം തൊട്ടാണ് ആ കലണ്ടർ തുടങ്ങുന്നത്. നമ്മുടെ ഈ വിപ്ലവ കലണ്ടർ തുടങ്ങുന്നത് ഈ ഡേറ്റ് തൊട്ടാണ്. ഓക്കെ, ഈ കലണ്ടറിൽ 7 ദിവസങ്ങളുള്ള ആഴ്ചകൾക്ക് പകരം 10 ദിവസങ്ങൾ വീതമുള്ള 3 ദശകങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പം 10 ദിവസം വെച്ചിട്ട് 3 ദശകങ്ങൾ ഉണ്ടായിരുന്ന ഒരു കലണ്ടറാണ്. ഈ കലണ്ടർ പൂർണ്ണമായ ഒരു മതേതര കലണ്ടർ ആയിരുന്നു. വിപ്ലവത്തിന്റെ 12ാം വർഷം വരെ, അതായത് 1801 വരെ ഈ കലണ്ടറാണ് ഫ്രാൻസിൽ എന്ത് ചെയ്തിരുന്നത്, ഉപയോഗിച്ചിരുന്നത്. 12ാം വർഷം വരെ വിപ്ലവം, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ 12ാം വാർഷികം വരെ 1801 വരെ ഈ കലണ്ടർ എന്ത് ചെയ്തു, നമ്മൾ ഫ്രാൻസിൽ യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. വിപ്ലവ കലണ്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ. അടുത്ത ഇനി ഗില്ലറ്റിൻ എന്താണെന്ന് പറയുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത്, അതായത് 1789 1799, അതായത് 1789 നമ്മൾ പറഞ്ഞത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 1789 അവസാനമാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ റിപ്പബ്ലിക്കല്ലോ ഡിക്ലറേഷൻ ഓഫ് വരുന്നത്. ഫ്രാൻസിന്റെ മനുഷ്യാവകാശ പ്രഖ്യാപനം വരുന്നു. അത് കഴിഞ്ഞിട്ട് 1792 നമ്മളെന്ത് റിപ്പബ്ലിക് ആവുന്നത് ഫ്രാൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറയുന്ന സ്വച്ഛാധിപതികളായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ മീൻസ് എന്തോ പറയുന്നത്, തീവ്രവാദപരമായിട്ടുള്ള രീതിക്കുള്ള ഭരണം നടത്തിയ എന്താണ് നമ്മുടെ റോബസ്പിയർ, അവരൊക്കെ വരുന്നത്. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് കൂടുതൽ പേരെ പെട്ടെന്ന് ശിരച്ഛേദം എന്ന് പറഞ്ഞാൽ തല കട്ട് ചെയ്ത് മാറ്റിയിട്ട് വധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഭയാനകമായ ഉപകരണമാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ഈ ആശയം നിർദ്ദേശിച്ച ഡോക്ടർ ജോസഫ് ഇഗ്നാസ് ഗില്ലോട്ടിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാധനം, അല്ലെങ്കിൽ ഇങ്ങനൊരു ഉപകരണം കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അത് കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ആശയം, അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്ന ആളെ പേരെന്താണ്, ഡോക്ടർ ജോസഫ് ഇഗ്നാസ് ഗില്ലോട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്, ഗില്ലറ്റിൻ എന്ന്. ലൂയി 16 രാജാവിനെയും മാരി ആന്റിയോനെറ്റ് രാജ്ഞിയെയും ഗില്ലറ്റിൻ ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത്, വധിച്ചത്. നമ്മൾ പറഞ്ഞല്ലോ 1792 ഫ്രാൻസ് 1792 ഫ്രാൻസ് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ അവരെ എന്ത് ചെയ്തിട്ടുണ്ട്, വധിക്കാനായിട്ട് പറയുന്നുണ്ട്. ആരെയാണ്, ലൂയി 16 വധിക്കുമ്പോൾ ഭാര്യയെ കൂടെ വധിക്കുമല്ലോ. അപ്പോൾ അവരെ രണ്ടുപേരെയും വധിച്ചത് ഈ പറയുന്ന ഗില്ലറ്റിൻ യൂസ് ചെയ്താണ്. ഭീകരവാഴ്ചയുടെ കാലത്ത് വിപ്ലവ നേതാവായിരുന്ന റോബസ്പിയറിനെയും ഗില്ലറ്റിനെ വിധേയരാക്കി. അതായത് ഈ പുള്ളി നമ്മുടെ പറഞ്ഞല്ലോ, ഈ പുള്ളിയാണ് കൂടുതൽ പേരെയും ആ സെപ്റ്റംബർ വിപ്ലവത്തിൽ പറയുന്നുണ്ട്, സെപ്റ്റംബർ കൂട്ടക്കൊലയിൽ പറയുന്നുണ്ട്,
പുള്ളിയുടെ നേതൃത്വത്തിലൊക്കെയാണ് 1500-ലധികം ആൾക്കാരെ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ഗില്ലറ്റിന് വിധേയമാക്കിയതെന്ന്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇദ്ദേഹം അതിന് വിധേയനായി, അദ്ദേഹത്തിൻ്റെ അത് വെച്ച് തന്നെയാണ് കൊന്നത്. ഓക്കെ, അടുത്തത് പുതിയ ഭരണഘടന വരുന്നു. അപ്പോൾ പുതിയ ഭരണഘടന വരുന്നു, അതായത് നമ്മൾ നേരത്തെ ഒരു ഭരണഘടനയുടെ കാര്യം പറയുന്നുണ്ട്, അതായത് 1789 ഒരു ഭരണഘടന ഉണ്ടാക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും പുതിയ ഭരണഘടന വരെയാണ്. ഭീകരവാഴ്ച അവസാനിച്ച ശേഷം 1795 ഫ്രാൻസിലൊരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. അപ്പോൾ പിന്നെ ഒരു പുതിയ ഭരണഘടന വരുന്നത് 1795 അതായത് 1792-93 കഴിഞ്ഞു. ഓക്കെ, ഈ പറഞ്ഞ ഗില്ലറ്റിന് ഉപയോഗിച്ച് ഈ പുള്ളി, അതായത് ഈ നമ്മുടെ റോബസ്പിയറെയൊക്കെ വധിച്ചതിന് ശേഷം 1795 ഫ്രാൻസിൽ പുതിയൊരു ഭരണഘടന നിലവിൽ വന്നു. ഇത് പ്രകാരം 5 അംഗങ്ങൾ അടങ്ങിയ സമിതിയാണ് ഭരണം നിർവഹിച്ചത്. അപ്പം ആ പുതിയ ഭരണഘടന പ്രകാരം 5 അംഗങ്ങളുള്ള ഒരു സമിതി എന്ത് ചെയ്യുന്നു, ഭരണം നിർവഹിക്കുന്നു. ഈ ഭരണ സംവിധാനം ഡയറക്ടറി എന്ന് വിളിക്കപ്പെട്ടു. അപ്പോൾ ആ 5 അംഗങ്ങൾ അടങ്ങിയ ഭരണ സംവിധാനത്തെയാണ് ഡയറക്ടറി എന്ന് ഫ്രാൻസിൽ വിളിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫ്രാൻസിൻ്റെ ഭരണ സംവിധാനത്തെയാണ് ഡയറക്ടറി എന്ന് വിളിക്കുന്നത്. അഴിമതിയും കെടുകാര്യസ്ഥതയും ഡയറക്ടറിയുടെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നു. ജനങ്ങൾ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയും അവർക്ക് പുതിയ ഗവൺമെൻറ്റിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ എന്ത് പറ്റി, ഇവർക്ക് അഴിമതിയും അതുപോലെ ഇവർക്ക് കാര്യനിർവഹണത്തിൽ നല്ല രീതിക്ക് കാര്യനിർവഹണം നടത്താൻ പറ്റാത്ത ഒരവസ്ഥയും ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും ഇവർ തകർച്ചയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്കൊക്കെ നീങ്ങാൻ തുടങ്ങി. ഇത് വീണ്ടും എന്താണ്, ഈ ഗവൺമെൻറ്റിലെ മേലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യുന്നു, അതിനെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തര ഫലങ്ങൾ. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം 1795 വരെയായി. അതായത് ഈ വിപ്ലവത്തിൻ്റെ കാലഘട്ടം പറയുമ്പോൾ 1789 തൊട്ട് 1799 വരെയാണ് ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടമായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തര ഫലങ്ങൾ, അതായത് വിപ്ലവം കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഫലം ഫ്രാൻസിലെ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയാണ്. ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഭൂമിയുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഘടന നിർവചിക്കുന്നതിനെയാണ് നമ്മൾ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, മുകളിൽ ഒന്നാമത്തെ സ്റ്റേറ്റിൽ പുരോഹിതന്മാർ, രണ്ടാമത്തെ സ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ, മൂന്നാമത്തേൽ സാധാരണക്കാർ, ഇങ്ങനെയുള്ള ആ വ്യവസ്ഥിതി എന്ത് ചെയ്തു, തകർന്നു. നമ്മൾ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് പഴയ ഭരണത്തിൽ ഉണ്ടായിരുന്ന നിയമങ്ങൾ വിപ്ലവത്തോടെ എന്ത് ചെയ്തു, ഇല്ലാതായി. സഭയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഇടത്തരക്കാരുടെ കൈവശമായി തീർന്നു. അതായത് നമ്മൾ പറഞ്ഞു, പുരോഹിതന്മാരുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയെല്ലാം സർക്കാർ ഏറ്റെടുത്തു. അതുപോലെ പ്രഭുക്കന്മാരുടെ ഭൂമി കണ്ടുകെട്ടുകാനും അവർക്കുണ്ടായിരുന്ന എല്ലാത്തരം ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയും ചെയ്തു. അതും എന്ത് ചെയ്തു, അതിൽ വന്നതാണ്. പ്രഭുക്കന്മാരുടെ ഭൂമി കണ്ടുകെട്ടി, ആനുകൂല്യങ്ങൾ നിർത്തലാക്കി. പിന്നെ ഏകീകൃത അളവ് തൂക്ക സമ്പ്രദായം, മെട്രിക് സമ്പ്രദായം എന്ത് ചെയ്തു, നടപ്പിലാക്കിയതോടെ അളവ് തൂക്കത്തിലെ കൃത്യതയില്ലായ്മ അവസാനിച്ചു. അപ്പോൾ ഏകീകൃതമായിട്ടുള്ള ഒരു അളവ് തൂക്ക സമ്പ്രദായവും, അതിനെയാണ് നമ്മൾ മെട്രിക് സമ്പ്രദായം എന്ന് വിളിക്കുന്നത്, അത് നടപ്പിലാക്കി. അതോടെ അളവ് തൂക്കത്തിലെ കൃത്രിമവും എന്ത് ചെയ്തു, അവസാനിച്ചു എന്നാണ് പറയുന്നത്. ആധുനിക ദേശീയത എന്ന ആശയം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ്. അതായത് ആധുനിക ദേശീയത, പുതിയ ദേശീയത. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് രാജവംശത്തിലൂടെ അല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാകാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. അപ്പോൾ അതുവരെയും രാജവംശങ്ങളിലൂടെയാണ് എന്ത് ചെയ്തിരുന്നത്, രാജ്യം നിലനിന്നിരുന്നത്. രാജാക്കന്മാർ ഭരണം നടത്തുന്നു, ജനങ്ങൾ എന്ത് ചെയ്തു, ഭരിക്കപ്പെടുന്നു. അങ്ങനെ അത് മാറി ദേശീയ സ്വഭാവത്തിലൂടെ, അതായത് ജനങ്ങളുടെ ഗ്രൂപ്പായിട്ട് അവരൊരു ദേശീയത, നമ്മുടെ ദേശം എൻ്റെ ദേശം, ആ ഒരു ഐഡിയയാണ്. അത് നമ്മുടെ ദേശം, നമുക്ക് വേണ്ടി വേറെ ആരും ഇതാക്കണ്ട, നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, ഭരണഘടന ഉണ്ടാക്കി ഭരിക്കുന്നു. അങ്ങനെ ഒരു ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാക്കാൻ തുടങ്ങി രാജ്യത്തിൻ്റെ നിലനിൽപ്പ്. അത് തുടങ്ങിയത് ഈ പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. രാഷ്ട്രമെന്ന സങ്കല്പം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. അപ്പം രാഷ്ട്രം എന്നത് അതിൻ്റെ ആ ഒരു സങ്കല്പം യഥാർത്ഥത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ നിലവിൽ വന്നതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഫ്രാൻസ് എന്നതൊരു ഭൂപ്രദേശം മാത്രമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകെ എന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. ഫ്രഞ്ച് ജനത, അതായത് ജനങ്ങളുടെ പ്രക്ഷോഭം മൂലം ആണ് ഈ പറയുന്ന ഫ്രാൻസിൻ്റെ രാജവാഴ്ച ഇല്ലാതാകുന്നതും ഒരു ഭരണഘടന വരുന്നതും ഒക്കെ ചെയ്യുന്നത്, ഒരു ഗവൺമെൻറ് രൂപീകരിക്കപ്പെടുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫ്രാൻസ് ജനത അല്ലെങ്കിൽ ഫ്രഞ്ച് ജനത ഒന്നാകെ എന്നുള്ള ആശയം എന്ത് ചെയ്യുന്നു, ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. ദേശീയതയോടൊപ്പം വളർന്ന മറ്റൊരാശയമാണ് ജനാധിപത്യ ഭരണക്രമം എന്ന് പറയുന്നത്. ജനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണക്രമം. ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനായത്ത ഭരണത്തിന്, ജനാധിപത്യമാണോ എന്തോ,
ഭരണത്തിന് അടിത്തറയിട്ടതും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ഓക്കെ, ഇനി 19, 20 നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളെയും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചു. അപ്പോൾ ഈ പറഞ്ഞ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. അതിനെല്ലാം ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവിടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു, അവർക്ക് നികുതി കൊടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം, നികുതി ഒന്നും കൊടുക്കണ്ട, സ്വതന്ത്രരായി ജനിക്കുന്നു, സ്വതന്ത്രരായി ജീവിക്കുന്നു എന്നാണ് അവരുടെ ഡിക്ലറേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു ബാക്കി ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി അടുത്ത നൂറ്റാണ്ടുകളിൽ വരുന്ന സമരങ്ങൾക്ക് പ്രചോദനമാകുന്ന രീതിക്കാണ് എന്ത് ചെയ്തേക്കുന്നത്, ഫ്രഞ്ച് വിപ്ലവം, അത്തരത്തിലൊരു സ്വാധീനം ഫ്രഞ്ച് വിപ്ലവത്തിന് ഉണ്ടായിരുന്നു ചരിത്രത്തിൽ എന്ന് പറയാം. ഓക്കെ, അടുത്ത നെപ്പോളിയൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഫ്രഞ്ചിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നെപ്പോളിയൻ. ഓക്കെ, എന്താണെന്ന് നോക്കാം. നെപ്പോളിയൻ, ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വെച്ചു. എന്താ പറയുന്ന പുള്ളി, ഫ്രാൻസിൻ്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു, ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വെച്ചു. ഫ്രാൻസിൽ നിലവിലിരുന്ന ഡയറക്ടറി മറ്റേ നേരത്തെ പറഞ്ഞില്ല 5 അംഗ ഭരണ സമിതി, അതിനാണ് ഡയറക്ടറി എന്ന് വിളിക്കുന്നത്. ഫ്രാൻസിൽ നിലവിലിരുന്ന ഡയറക്ടറിയെ പുറത്താക്കി അധികാരം പിടിച്ചെടുത്ത നെപ്പോളിയൻ ബൊണപ്പാർട്ടിൻ്റെ വാക്കുകളാണിവ. അപ്പോൾ ഈ പറയുന്ന ഡയറക്ടറി എന്ന് പറയുന്ന ആ 5 അംഗ ഭരണസമിതി അവരാകെ ആകെ പ്രശ്നമായിരുന്നു. അങ്ങനെ ആ ഒരു സമിതിയെ പുറത്ത് ആക്കിയിട്ട് അധികാരം പിടിച്ചടക്കിയതിന് ശേഷം നെപ്പോളിയൻ ബൊണപ്പാർട്ട് പറയുന്ന കാര്യമാണ് ഇത്. എന്താണ്, ആ അഴുക്കുകാലി ഫ്രാൻസിൻ്റെ കിരീടം അഴുകുചാലി കിടക്കുമായിരുന്നു, ഞാനത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കിയിട്ട് എൻ്റെ തല തന്നെ വെച്ചെന്ന്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത് എന്ന് പുള്ളിയുടെ വാക്കുകളാണിവ. നെപ്പോളിയൻ്റെ ഈ വാക്കുകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതായത് ഇവിടെ അഴിമതിയും അങ്ങനെ ഒരു സ്ഥിതിയിലാണ് ഫ്രാൻസ് ഇരിക്കുന്നത്. ഫ്രാൻസിൻ്റെ ഭരണം ഈ പറഞ്ഞ ഡയറക്ടറിയുടെ കീഴിലാണ്. ഡയറക്ടറിയിൽ അഴിമതിയും അവരുടെ കെടുകാര്യക്ഷമതയൊക്കെ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആകെ ജനങ്ങൾ ദുരിതത്തിലാണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ഥിതിയിൽ നിന്നും ആ ഒരു അധികാരമാകുന്ന കിരീടത്തെ പുള്ളി എടുത്ത് എന്ത് ചെയ്യുന്നു, വൃത്തിയാക്കി പുള്ളി അങ്ങ് എടുത്തു തന്നു. ഓക്കെ, അതായത് ഫ്രാൻസിനെ പുള്ളി ഏറ്റെടുത്തു. അരാജകത്വത്തിലേക്ക് വഴുതി മാറിയ ഫ്രഞ്ച് സമൂഹത്തെയും തൻ്റെ കരുത്തുകൊണ്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തതിനെയുമാണ് നെപ്പോളിയൻ്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞ കാര്യമാണ്. അതായത് ഇവർ അരാജകത്വത്തിലേക്ക് വഴുതി മാറിയ ഫ്രഞ്ച് സമൂഹത്തെയും, അതായത് ഈ പറയുന്ന ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണ്. അപ്പോൾ അവരൊരു പ്രക്ഷോഭം നടത്തി വീണ്ടും എന്ത് ചെയ്യാം, ഒരു വിപ്ലവം ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലേക്കൊരു അങ്ങനെ പൊക്കോണ്ടിരുന്ന അങ്ങോട്ടേക്ക് വഴിതിരിഞ്ഞ് പോകാൻ ചാൻസ് ഉള്ള ഫ്രഞ്ച് സമൂഹത്തെയും അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ കരുത്തുകൊണ്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലാക്കുന്നു. അതാണ് പറഞ്ഞത്. അരാജകത്വത്തിലേക്ക് വഴുതി മാറിയ ഫ്രഞ്ച് സമൂഹത്തെയും തൻ്റെ കരുത്തുകൊണ്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തതിനെയുമാണ് നെപ്പോളിയൻ ഈ വാക്കുകൾ കൊണ്ട് വ്യക്തമാക്കുന്നത്. ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്നു ആര്, ഈ പറയുന്ന നെപ്പോളിയൻ. ഡയറക്ടറിന് പകരം 3 കൗൺസിൽമാൻ എന്നായിരിക്കും ചിലപ്പോൾ, കോൺസൽമാർ അടങ്ങുന്ന ഒരു പുതിയ ഭരണ സംവിധാനം നെപ്പോളിയൻ സ്ഥാപിച്ചു. കോൺസൽമാർ അടങ്ങുന്ന ഒരു പുതിയ സംവിധാനം, അതായത് നെപ്പോളിയൻ കൊണ്ടുവന്ന ഡയറക്ടറേറ്റിന് പകരം നെപ്പോളിയൻ കൊണ്ടുവന്നതാണ് ഈ പറയുന്ന കോൺസൽമാർ എന്ന് പറയുന്നത്. അത് 3 പേരടങ്ങിയ ഒരു ഗ്രൂപ്പാണ് അദ്ദേഹം സ്ഥാപിച്ചു. ഇതിൻ്റെ 1ാം കോൺസൽ നെപ്പോളിയൻ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ 1ാമത്തെ കോൺസൽ എന്ന് പറയുന്നത് നെപ്പോളിയൻ ആയിരുന്നു. താമസിയാതെ നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി സ്വയം അധികാരമേറ്റു. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രഖ്യാപനം, കോൺസൽമാരെ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു, ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് അദ്ദേഹം തന്നെ എന്ത് ചെയ്തു, സ്വയം അധികാരമേറ്റു. തുടർന്ന് അദ്ദേഹം ഫ്രാൻസിൽ നടപ്പാക്കിയ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഇദ്ദേഹം ഫ്രാൻസിൻ്റെ ചക്രവർത്തി ആയതിനു ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? നിയമപരിഷ്കാരങ്ങൾ. നിയമപരമായിട്ട് കൊണ്ടുവന്ന പരിഷ്കാരം എന്താണ്? നെപ്പോളിയൻ്റെ നിയമസംഹിത, നെപ്പോളിയനിക് കോഡ് ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വവും മതസ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ പുള്ളി ഇതുപോലെ എന്താണ്, ഫ്യൂഡൽ വ്യവസ്ഥിതി അനുശാസിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല. അപ്പോൾ പുള്ളിയുടെ നിയമസംഹിതയ്ക്കകത്ത് പറയുന്നത് എന്താണ്, ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വവും മതസ്വാതന്ത്ര്യവും അംഗീകരിക്കുകയും ചെയ്യുന്ന നിയമപരിഷ്കാരങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അതാണ് ആ നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നെപ്പോളിയൻ്റെ നിയമസംഹിത അഥവാ നെപ്പോളിയനിക് കോഡെന്ന് പറയുന്നത്. ഇനി കൺകോഡറ്റ് നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ കരാറാണ് കൺകോഡറ്റ് എന്നറിയപ്പെടുന്നത് കേട്ടോ. കൺകോഡറ്റ് എന്ന് പറഞ്ഞാൽ
നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ കരാറാണ്. പോപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു. മറ്റ് മതവിഭാഗങ്ങൾപ്പെട്ടവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചു. അപ്പോൾ കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? പുനഃസ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം എന്ത് ചെയ്തു? അനുവദിക്കുകയാണ് ചെയ്തത്. പിന്നെ പുള്ളി വിദ്യാഭ്യാസപരമായിട്ട് കുറച്ച് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടു. ലിസൈ എന്ന പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ ലിസൈ എന്ന് പറയുന്ന പേരിൽ എന്താണ്? വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ദേശീയ സർവകലാശാല സമ്പ്രദായം ആരംഭിക്കുന്നു. അപ്പോൾ പുള്ളി യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന ഒരു പേരിൽ ഒരു ദേശീയ സർവകലാശാല സമ്പ്രദായം ആരംഭിച്ചു. ഈ സംവിധാനത്തിലൂടെ രാജ്യത്തെ വിദ്യാരംഗത്തെ നിയന്ത്രിച്ചു. അപ്പോൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന ആ ഒരു സമ്പ്രദായത്തിലൂടെ, ദേശീയ സർവകലാശാല സമ്പ്രദായത്തിലൂടെയാണ് എന്ത് ചെയ്തത്? അദ്ദേഹം രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിച്ചത്. ഇനി സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുകയും ഏകീകൃത കറൻസി സംവിധാനം നടപ്പിലാക്കുകയും ചെയ്തു. ബാങ്ക് ഓഫ് ഫ്രാൻസ് എന്ന് സ്ഥാപിക്കുന്നതും ആരാണ്? ഈ പറയുന്ന നെപ്പോളിയനാണ്. സൈനിക പരിഷ്കാരങ്ങൾ. സൈന്യത്തിലെ പല ബറ്റാലിയനുകളിലുമായി പുനഃസംഘടിപ്പിച്ചു. സൈന്യത്തെ പല ബറ്റാലിയൻസായി, അതായത് ഒറ്റ ഗ്രൂപ്പ് സൈന്യം എന്നുള്ളതല്ല, പല പല ബറ്റാലിയൻസ്. മറ്റേ നമ്മൾ പറയുന്നില്ലേ, കുതിരപ്പട, കാലാൽപ്പട, തേരിൻ്റെ പട, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതൊക്കെ സൈന്യത്തെ പല ബറ്റാലിയനുകളായി എന്ത് ചെയ്തു? പുനഃസംഘടിപ്പിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ബെറ്റർ ആയിട്ടുള്ള, അവിടെ ആ ഫ്രാൻസ് ഭരിച്ച 14, 15, 16 ലൂയി 16, 14, 15 എന്ന് പറഞ്ഞ് പഠിച്ചല്ലോ, അവരെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങളാണ് ആര് നടപ്പിലാക്കിയത്? നെപ്പോളിയൻ ബോണപ്പാർട്ട് നടപ്പിലാക്കിയത് നമുക്ക് പറയാം. ഓക്കെ, ഫ്രാൻസിൽ അദ്ദേഹം എല്ലാ രംഗങ്ങളിലും നല്ല രീതിക്കുള്ള ഒരു അല്ലെങ്കിൽ ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഫ്രാൻസിൻ്റെ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നെപ്പോളിയൻ നിരവധി യുദ്ധങ്ങൾ നടത്തി. അതായത് ഫ്രാൻസ് ആ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, യൂറോപ്യൻ ശക്തികൾ പലരും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രാൻസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഫ്രാൻസ് കീഴടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അങ്ങനെ ഫ്രാൻസിനെ ശത്രുവായി കണക്കാക്കുന്ന എല്ലാവരെയും ആര് നേരിട്ടു? ഈ പറഞ്ഞ നെപ്പോളിയൻ നേരിട്ടു. ഓസ്ട്രിയ, പ്രഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. നെപ്പോളിയന്റെ മുഖ്യ ശത്രു ബ്രിട്ടനായിരുന്നു മെയിൻ ശത്രു. മികച്ച ഒരു നാവിക ശക്തിയായ ബ്രിട്ടനെ നേരിട്ട് കീഴടക്കാൻ സാധ്യമല്ല അറിയാമായിരുന്ന നെപ്പോളിയൻ ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. അപ്പോൾ പുള്ളി ഒരു ബുദ്ധിമാനാണ്. കാര്യം നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ബ്രിട്ടനെ നേരിടാൻ കഴിയില്ല, അവരെ തകർക്കാൻ കഴിയില്ല. സോ വേറെ എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിന് പുള്ളി കണ്ടുപിടിച്ചതാണ് ഈ പറഞ്ഞ സാമ്പത്തികമായി അവരെ എന്ത് ചെയ്യണം? തകർക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പുള്ളി എന്ത് ചെയ്തു? ആവിഷ്കരിച്ചു. ഇതിനായി ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു കോണ്ടിനെന്റൽ വ്യവസ്ഥ. ഓക്കെ, കോണ്ടിനെന്റൽ വ്യവസ്ഥ എന്ന് പറയുന്നൊരു വ്യവസ്ഥ എന്ത് ചെയ്തു? ആവിഷ്കരിച്ചു. ഇത് പ്രകാരം ഫ്രാൻസിന്റെ അധീനതയിലുള്ളതോ ഫ്രാൻസുമായി സൗഹൃദത്തിലുള്ളതോ ആയ രാജ്യങ്ങൾ ബ്രിട്ടനുമായുള്ള വ്യാപാരത്തിൽ നിന്ന് വിലക്കി. അതായത് കോണ്ടിനെന്റൽ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളും അതുപോലെ ഫ്രാൻസുമായി സൗഹൃദത്തിലുള്ള രാജ്യങ്ങളും ആരുമായിട്ട് കച്ചവടം ചെയ്യരുത്? ഈ പറയുന്ന ബ്രിട്ടനുമായിട്ട് എന്ത് ചെയ്യരുത്? കച്ചവടം ചെയ്യരുത്. ഇത് പൂർണ്ണ വിജയം കൈവരിക്കാൻ നെപ്പോളിയന് കഴിഞ്ഞില്ല. അതായത് ഈ പറഞ്ഞ വ്യവസ്ഥയിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? നെപ്പോളിയന് കഴിഞ്ഞില്ല. മാത്രമല്ല ബ്രിട്ടനുമായുള്ള തുടർച്ചയായ യുദ്ധങ്ങളിലേക്കും ഇത് നയിച്ചു. അതായത് ഇത് കണ്ടോണ്ട് ബ്രിട്ടൻ ചുമ്മാ ഇരിക്കൂ? ഇല്ലല്ലോ. അവരിങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിച്ച് വെച്ചേക്കുവാണ്. ഈ പറയുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഇവരെ എന്ത് ചെയ്യുന്നത്? നമുക്ക് യുദ്ധം ചെയ്ത് തകർക്കാൻ പറ്റത്തില്ല, അവർ വളരെ സ്ട്രോങ് ആണ്. സോ നമ്മൾ സാമ്പത്തികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലൊരു വ്യവസ്ഥ, കോണ്ടിനെന്റൽ വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു വ്യവസ്ഥ ഉണ്ടാക്കുവാണ്. നിങ്ങൾ ഫ്രാൻസുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിക്ക് സൗഹൃദം ഉണ്ടോ, നമ്മളുമായിട്ട് എന്തെങ്കിലും വ്യാപാര കരാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരുമായിട്ട് വ്യാപാര കരാർ ഏർപ്പെടരുത്? ബ്രിട്ടനുമായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെടരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതങ്ങോട്ട് വിജയം കൈവരിക്കാൻ പറ്റിയില്ല ആ വ്യവസ്ഥയ്ക്ക്. അപ്പോൾ ബ്രിട്ടനുമായിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും തുടർച്ചയായിട്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ നെപ്പോളിയന് മേൽ അന്തിമ വിജയം നേടി. അതായത് അദ്ദേഹം കൊല്ലപ്പെടുന്ന യുദ്ധമാണ് ഈ പറയുന്ന 1815 നടന്ന വാട്ടർലൂ യുദ്ധം. ഫ്രാൻസ് ഭരിച്ച വളരെ നല്ല ഒരു ഭരണാധികാരിയായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് നമുക്ക് പറയാം. ഇവിടെ എന്തുവാണ് എടുത്തേക്കുന്നത്? ഇത് ആ സമയത്ത് ഫ്രഞ്ച് സാമ്രാജ്യം അങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ട്. ഫ്രഞ്ച് ഉണ്ട്, ഓസ്ട്രിയൻ സാമ്രാജ്യമുണ്ട്, സ്വിസ്, ഇറ്റലി, സ്പെയിൻ, അങ്ങനെ നെപ്പോളിയൻ്റെ അധീനതയിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങളാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടോ? ഫ്രഞ്ച് സാമ്രാജ്യമാണ് ഈ കിടക്കുന്നത്. നെപ്പോളിയൻ്റെ അധീനതയിലുള്ളതാണ് ഇങ്ങനെ കുരുവിന വരച്ചു വെച്ചിരിക്കുന്നത്. കാണുന്നുണ്ടോ? സ്പെയിൻ ഉണ്ട്, അതുപോലെ ഇതെന്ത് വരുന്നത്? കോൺഫെഡറേഷൻ ഓഫ് ദ റൈൻ എന്ന് പറഞ്ഞ് കിടക്കുന്നത്. ഗ്രാൻഡ് ഡച്ച് വാർസോ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പിന്നെ ഇറ്റലി,
സ്വിസ് ഉണ്ട്, അതെല്ലാം ആരുടെ അധീനതയിലായിരുന്നു? ഈ പറയുന്ന നെപ്പോളിയൻ്റെ അധീനതയിലായിരുന്നു. ഇനി നെപ്പോളിയനുമായി സഖ്യം ചെയ്ത രാഷ്ട്രങ്ങളാണ് സിംഗിൾ ലൈനിൽ കിടക്കുന്നത്. സിംഗിൾ ലൈൻ എന്ന് പറയുമ്പോൾ ഓസ്ട്രിയൻ സാമ്രാജ്യം ഇദ്ദേഹമായിട്ട് ഉണ്ട്, പിന്നെ ഡെൻമാർക്ക് ഉണ്ട്, പിന്നെ നോർവേ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഏതായിരുന്നു? അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നെപ്പോളിയനുമായി ശത്രുതയിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങളാണ് ഈ കറുത്ത രീതിക്ക് മാർക്ക് ചെയ്തേക്കുന്നത്. ഇതെന്നാണ്ട് ഇവിടെ പോർച്ചുഗലുണ്ട്, യുണൈറ്റഡ് കിങ്ഡം ഓഫ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ്സ് ഉണ്ട്, ഇത് ഇവരുമായിട്ട് പ്രശ്നമാണ്. പിന്നെ നോർവേ അല്ല, സ്വീഡൻ ഉണ്ട്, റഷ്യ പ്രശ്നമാണ്. പിന്നെ എന്തുവാണ്? പിന്നെ താഴെ ഇവിടെ ഓട്ടോമൻ സാമ്രാജ്യം എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഈ മൂലയ്ക്ക് കണ്ടാണ്. പിന്നെ സിസിലി, സാഡിനിയ, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആരുടെ കയ്യിലായിരുന്നു? ഈ പറയുന്ന നമ്മുടെ നെപ്പോളിയൻ്റെ കയ്യിലായിരുന്നു ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ്. ഇവിടെ ഈ പറയുന്ന ഈ സെക്ഷൻ വരത്തില്ല, ഇത് പോർച്ചുഗലിലാണ്. അതായത് നമ്മുടെ ഇവിടെ നിന്ന് ഈ സെക്ഷൻ കംപ്ലീറ്റ് ഇങ്ങനെ പോയി, ഇവിടെ നിന്ന് ഇതെല്ലാം ഈ പറയുന്ന സെക്ഷൻ അത്രയും ആരുടെ കയ്യിലാണ്? ആണ്ടാ നോർവേ, അവിടെ ഇങ്ങനെ കറങ്ങി ഇത്രയും പാർട്ട് ആരുടെ കയ്യിലായിരുന്നു? ഈ പറഞ്ഞ നമ്മുടെ നെപ്പോളിയൻ്റെ കയ്യിലായിരുന്നു. അപ്പം ഇതിന് ചുറ്റും കിടക്കുന്ന ആൾക്കാരാണ് എന്ത് ചെയ്തത്? പ്രശ്നം ആർക്ക്? നെപ്പോളിയൻ്റെ ശത്രുക്കളായിട്ട് മാറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂറോപ്പിൻ്റെ ഭൂപടം മാറ്റി വരയ്ക്കപ്പെടുന്നു. എങ്ങനെയാണ് യൂറോപ്പിൻ്റെ ഭൂപടം മാറുന്നത് നോക്കാം. നെപ്പോളിയൻ്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിലെ രാജ്യങ്ങൾ 1815 ഓസ്ട്രിയയിലെ വിയറ്റ്നയിൽ യോഗം ചേർന്ന് ചില സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഇത് വിയറ്റ്ന സമ്മേളനം എന്നറിയപ്പെടുന്നു. അപ്പോൾ 1815 ആണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ നെപ്പോളിയൻ മരിക്കുന്നത് അല്ലെങ്കിൽ വധിക്കപ്പെടുന്നത് അല്ലേ? 1815 വാട്ടർലൂ യുദ്ധമാണ്. അപ്പോൾ അതിനുശേഷം ഓസ്ട്രിയയിലെ വിയറ്റ്നയിൽ അവർ ആരാണ്? ഈ പറഞ്ഞ വിജയത്തിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു? സമ്മേളനം നടത്തുന്നു. ഇതിനെയാണ് വിയറ്റ്ന സമ്മേളനം എന്ന് അറിയപ്പെടുന്നത്. ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലറായിരുന്ന മെറ്റേണിച്ച് ആയിരുന്നു. മെറ്റേണിച്ച് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന സമ്മേളനത്തിന് നേതൃത്വം നൽകിയത്. വിയറ്റ്ന സമ്മേളനത്തോടു കൂടി യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം അവസാനിച്ചു. അപ്പം യൂറോപ്പിൽ ഫ്രഞ്ച് മേധാവിത്വമായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, പിക്ചർ നമ്മൾ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരുപാട് ഏരിയ പറഞ്ഞ ഫ്രാൻസിൻ്റെ അധീനതയിൽ അല്ലെങ്കിൽ നമ്മുടെ നെപ്പോളിയൻ്റെ അധീനതയിലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന വിയറ്റ്ന സമ്മേളനം എന്ന് പറയുമ്പോൾ ആ പുള്ളിയെ കീഴടക്കിയതിന് ശേഷം ഇനി ഭരണം ആർക്കാണ്? ഈ പറയുന്ന യൂറോപ്യൻ ശക്തികളുടെ കയ്യിലായി. അപ്പോൾ ആ യൂറോപ്പിലെ ഫ്രഞ്ച് മേധാവിത്വം എന്ത് ചെയ്യുന്നു? അവസാനിക്കുന്നു എന്നാണ് പറയുന്നത് ഈ പറയുന്ന വിയറ്റ്ന സമ്മേളനത്തോടെ. ഇനി വിയറ്റ്ന സമ്മേളനത്തിൻ്റെ പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം പുനഃസ്ഥാപിക്കുക. അപ്പം ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് എത്തരത്തിലായിരുന്നോ യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഭരണം പോയിക്കൊണ്ടിരുന്നത്, രാജാക്കന്മാർ ഭരിച്ചിരുന്നത്, അത് പുനഃസ്ഥാപിക്കാൻ. ഇനി ഫ്രാൻസിൽ ബൂർബൺ രാജഭരണം പുനഃസ്ഥാപിക്കുക. അപ്പോൾ ഫ്രാൻസിൽ എന്ത് ചെയ്യണം? ബൂർബൺ രാജാക്കന്മാരാണ് ഭരണം നടത്തിയിരുന്നത്, അത് പുനഃസ്ഥാപിക്കണം. അടുത്ത ബ്രിട്ടന്റെ നാവിക മേധാവിത്വവും റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും അംഗീകരിക്കുക. ബ്രിട്ടന്റെ നാവിക മേധാവിത്വം, അതായത് ഫ്രാൻസിന് മേൽ ബ്രിട്ടന്റെ നാവിക മേധാവിത്വവും അതുപോലെ തന്നെ റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യവും, അതായത് റഷ്യക്ക് കിഴക്കൻ യൂറോപ്പ് ഭാഗത്തുള്ള ആധിപത്യവും എന്ത് ചെയ്യുക? അംഗീകരിക്കുക. അതായത് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഫ്രാൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ നാവിക, അതായത് കടലിൻ്റെ ഏരിയ കഴിഞ്ഞിട്ടാണ് അപ്പുറത്ത് എന്ത് കിടക്കുന്നത്? ബ്രിട്ടൻ ആൻഡ് അയർലൻഡ്സ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അപ്പം ബ്രിട്ടന് നാവിക മേധാവിത്വമാണ്. ആർക്ക്? അതായത് ഇവിടെ നിന്ന് വല്ല നാവിക ചരക്ക് ആ ഒരു സംഭവം എന്തെങ്കിലും പോകുന്നു, അല്ലെങ്കിൽ നാവികം എന്ന് പറയുന്നത് ഈ കടലുമായി ബന്ധപ്പെട്ട പരിപാടിയാണല്ലോ. അപ്പം ഫ്രാൻസിൻ്റെ നാവിക മേധാവിത്വം ആർക്ക്? ബ്രിട്ടനും. അതേ കണക്ക് ഈ പറയുന്ന ഫ്രാൻസ് ഈ ഒരു സെക്ഷനിൽ ഇത് യൂറോപ്പിൻ്റെ ആ ഏരിയയാണ്, യൂറോപ്പ് വരുന്നതാണ്. അപ്പോൾ യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്താണ് റഷ്യ കിടക്കുന്നത്. അപ്പോൾ കിഴക്കൻ പ്രദേശങ്ങളിൽ ആർക്ക് ആധിപത്യം? റഷ്യയ്ക്കും കൊടുക്കണം എന്നാണ് പറയുന്നത്. കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യം റഷ്യയുടേത് അംഗീകരിക്കുക. അതുപോലെ മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. മധ്യ യൂറോപ്പ് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് ഓസ്ട്രിയൻ സാമ്രാജ്യത്തിൻ്റെ മേധാവിത്വം അംഗീകരിക്കുക. അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സ്വാതന്ത്ര്യത്തിൻ്റെ മരം, ട്രീ ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞൊരു മരത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ആലങ്കാരിക പ്രയോഗമായിരുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്നത്. അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാര്യമാണ്. ഫ്രാൻസിൽ ഇത് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമായി. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പൊതുസ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയിൽ മോചനത്തിൻ്റെ പ്രതീകമായി കരുതപ്പെട്ടു പോന്നിരുന്ന ചുവന്ന
ഫ്രിജിയൻ തൊപ്പികൾ തൂക്കിയിടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവരെന്താണ് പറഞ്ഞത്? സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്ന ആശയം എവിടെ നിന്ന് വന്നതാണ്? ഈ പറയുന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെട്ടതാണ്. അത് പ്രയോഗത്തിൽ വന്നത് ഫ്രഞ്ച് സമരത്തിലാണെന്നാണ് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് എന്ത് സംഭവിച്ചു? പൊതുസ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി അവർ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടില്ല. അതിൽ മറ്റേ ഫ്രിജിയൻ തൊപ്പിയുടെ കാര്യം പറഞ്ഞില്ലേ, അടിമകളല്ല എന്ന് സൂചിപ്പിക്കുന്ന ചുമന്ന നിറത്തിലുള്ള തൊപ്പികളാണ് ഫ്രിജിയൻ തൊപ്പികൾ. അത് തൂക്കിയിടുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുമായി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്ന മൈസൂർ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടു. അപ്പം ബ്രിട്ടീഷുകാരുമായിട്ട് പ്രശ്നമുള്ള ആളാണ് ആര്? ഈ പറഞ്ഞ നമ്മുടെ മൈസൂർ ഭരണാധികാരിയായിട്ടുള്ള ടിപ്പു സുൽത്താൻ. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടു. അത് എന്താണ്? അത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പോയിന്റാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടതിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവാശയങ്ങളോടുള്ള തൻ്റെ ആഭിമുഖ്യം ബ്രിട്ടീഷ് വിരോധവും പ്രകടമാക്കി. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവാശയങ്ങളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ നമ്മൾ ബ്രിട്ടൻ എതിരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഐഡിയ പ്രോത്സാഹിപ്പിക്കാം. അവരാണ്, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്താണ് അവരെന്ത് ചെയ്തേക്കുന്നത്? ഈ പറഞ്ഞ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടന്നത് ഫ്രിജിയൻ തൊപ്പികൾ തൂക്കിയിടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇത്തരത്തിലുള്ള മരം നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ ഈ പറയുന്ന ടിപ്പു സുൽത്താനും എന്താണ്? ഫ്രാൻസിനെ അംഗീകരിക്കുകയും അല്ലെങ്കിൽ ഫ്രഞ്ചിൻ്റെ വിപ്ലവാശയങ്ങളെ അംഗീകരിക്കുകയും എങ്കിൽ ബ്രിട്ടൻ എതിരുമായിരുന്നു. അതുകൊണ്ടാണ് പുള്ളി എന്ത് ചെയ്തത്? പുള്ളിയുടെ തലസ്ഥാനമായിട്ടുള്ള ശ്രീരംഗപട്ടണത്ത് എന്ത് ചെയ്തത്? ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുന്നത്. ഓക്കെ, ഇനി ആധുനിക ലോക ചരിത്രത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? നമ്മൾ പഠിച്ച ഫ്രഞ്ച് വിപ്ലവം. ഫ്രാൻസിലെ സാധാരണക്കാരും മധ്യവർഗവും ചേർന്ന് തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കായി നടത്തിയ മുന്നേറ്റമായിരുന്നു ഇത്. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ പിൽക്കാലത്തെ ലോകത്തെ മുഴുവൻ സ്വാധീനം ഉണ്ടാക്കി. അത് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഫ്രഞ്ച് വിപ്ലവം നടന്ന് 18-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവത്തിൽ പിന്നീട് എന്താണ് അടുത്ത വന്ന നൂറ്റാണ്ടുകളിലും പലതരത്തിലുള്ള വിപ്ലവങ്ങൾക്ക് ഈ ഫ്രഞ്ച് വിപ്ലവം പ്രചോദനമായി എന്നാണ് നമ്മൾ നേരത്തെ വായിച്ചത്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ചാപ്റ്റർ എൻഡ് ചെയ്യുവാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാം? എവിടം തൊട്ടാണ് പറഞ്ഞെന്നുള്ളത് വെച്ച് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അവൾ തുടങ്ങിയത് എവിടെ ആയിരുന്നു? ബാസ്റ്റിലിൻ്റെ പതനവും വിപ്ലവത്തിൻ്റെ ആരംഭവും തൊട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. എന്താണ് ബാസ്റ്റിലിൻ്റെ പതനം എന്ന് പറയുന്നത്? ബാസ്റ്റിൽ കോട്ട എന്ന് പറയുന്നത് ഫ്രാൻസിലെ ബൂർബൺ ഭരണാധികാരികളെ അവരുടെ ഭരണത്തെ അല്ലെങ്കിൽ അവരുടെ സ്വേച്ഛാധിപത്യത്തിൻ്റെ പ്രതീകമായിരുന്നു ബാസ്റ്റിൽ കോട്ട. അതിൻ്റെ പതനം നടക്കുന്നത് 1789 ജൂലൈ 14-ാം തീയതിയാണ് ഈ പറയുന്ന ആ ബാസിൽ കോട്ട എന്ത് ചെയ്തത്? ഇവർ തകർത്ത് അവർ പാരീസ് നഗരം കയ്യേറുന്നു. ആരാണ്? ഈ പറയുന്ന പ്രക്ഷോഭകാരികൾ അല്ലെങ്കിൽ മൂന്നാം വെസ്റ്റേജിലെ സാധാരണക്കാരായ ജനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അവരെന്ത് ചെയ്തിട്ടു? എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? അവർ പറഞ്ഞല്ലോ അവർ ദേശീയ സഭയാണെന്ന് ടെന്നീസ് കോർട്ടിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തിരുന്നു. അത് വെച്ച് ഒരു ഭരണഘടന തയ്യാറാക്കുന്നു. അവർ കുറേ നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ നിയമങ്ങളൊക്കെ ആര് അംഗീകരിക്കേണ്ടി വരുന്നു? ലൂയി 16 അംഗീകരിക്കുന്നു. ദേശീയ സഭയുടെ നിയമങ്ങൾ അംഗീകരിക്കപ്പെടുന്നു. അടിമത്തം നിർത്തലാക്കാൻ പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളയുന്നു. ജനങ്ങൾക്ക് കത്തോലിക്ക സഭയ്ക്ക് നൽകിയിരുന്ന കരം നിർത്തലാക്കി. അതുപോലെ അധികമായി ചുമത്തുന്ന നികുതികൾ റദ്ദാക്കി. പിന്നെ നമ്മൾ സ്ത്രീകളുടെ പ്രാധാന്യം പറയുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ജനങ്ങളാണ് ഈ പറഞ്ഞ വേഴ്സായ് കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തുകയും ലൂയി 16-നെയും ഭാര്യയെയും പിടികൂടുകയും പാരീസിലേക്ക് കൊണ്ടുവരികയും നിർബന്ധിതമായി ഈ പറയുന്ന ദേശീയ സഭയുടെ നിയമങ്ങൾ പാസാക്കിപ്പിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞ രണ്ട് വ്യക്തികൾ, ഒരു ഒളിമ്പ് ദേ ഗുഷ് എന്ന് പറയുന്ന ഒരു നാടക പ്രവർത്തക അല്ലെങ്കിൽ നാടകകൃത്ത് ആയിട്ടുള്ള ഒരു ഫ്രാൻസിലെ ഒരു പ്രശസ്ത വ്യക്തിയായിരുന്നു പുള്ളിക്കാരിയുടെ പുസ്തകമാണ് സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം അഥവാ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് വുമൺ ആൻഡ് ഓഫ് ദ ഫീമെയിൽ സിറ്റിസൺസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ പറയുന്ന വേറൊരു പുള്ളിക്കാരിയാണ് മാഡം രാങ് റോളണ്ട് എന്ന് പറയുന്നത്. അതുപോലെ പിന്നീട് നമ്മൾ വരുന്നത് വസ്ത്രം ഉപയോഗിച്ചിട്ടുള്ള പ്രതിഷേധമാണ്. അതായത് ഉന്നത കുലജാതന്മാർ യൂസ് ചെയ്തിരുന്നത് കാൽമുട്ട് വരെ അടക്കമുള്ള ബ്രീച്ചുകളാണെങ്കിൽ അവർക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്താനായി സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളും കർഷകരും കാൽപാദം വരെയുള്ള പാൻഡലോൺ എന്ന് പറയുന്ന വസ്ത്രം ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ പ്രതിഷേധം എന്ന നിലയ്ക്ക് യൂസ് ചെയ്യുന്ന തൊപ്പിയാണ് ഫ്രിജിയൻ തൊപ്പി എന്ന് പറയുന്നത്. ഒരു ചുമന്ന കളർ തൊപ്പിയാണ്. പിന്നെ എന്ത് ചെയ്യുന്നു? ഫ്രാൻസിന്റെ പുതിയ ഭരണഘടനയെ പറ്റിയാണ് പറയുന്നത്. 1789 ഫ്രാൻസിൽ എന്ത് ചെയ്യുന്നു? ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നു. ദേശീയ സഭയുടെ
ഒരു കുറേ കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചല്ലോ. അതിൻ്റെ ബേസിസിലാണ് ഇത്തരത്തിലൊരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത്. ആ പ്രഖ്യാപനത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം, ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പറ്റി, രാഷ്ട്രീയ കൂട്ടായ്മകളെ പറ്റി പറയുന്നുണ്ട്, പരമാധികാരത്തെ പറ്റി പറയുന്നുണ്ട്, അതായത് അവകാശ സംരക്ഷണത്തെ പറ്റി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ പലതും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫ്രഞ്ച് ദേശീയ സഭ പലതരത്തിലുള്ള പരിഷ്കരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. ഏകീകൃത ഭരണഘടന, അതുപോലെ ഒരു ഏകീകൃത കറൻസി, ഏതാണ് അസൈനാറ്റ് എന്ന് പറയുന്നത്, അതുപോലെ മതമേധാവികളുടെ നിയന്ത്രണത്തിലുള്ളായിരുന്ന ഭൂമികളൊക്കെ കണ്ടുകെട്ടി, അതുപോലെ മതസഹിഷ്ണുത വളർത്തി, പുരോഹിതന്മാർക്ക് വെറും ശമ്പളം വാങ്ങുന്ന എംപ്ലോയീസ് ആക്കി മാറ്റി. അസൈനാറ്റ് എന്ന് പറയുന്ന ഒരു കറൻസിയുടെ കാര്യം നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു. 1789 അത്തരത്തിലൊരു കറൻസി നിലവിൽ വരുന്നത്. 1796 ആയപ്പോഴത്തേക്ക് ആ കറൻസിയുടെ മൂല്യം എന്ത് ചെയ്തു, നഷ്ടമായി. കാര്യം അധികമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങിയത്, അച്ചടിച്ചിറക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇത് മാറിയത്. പിന്നീട് 1792 ഫ്രാൻസിൻ്റെ ഭരണക്രമം എത്തരത്തിൽ മാറി എന്നുള്ളതാണ് പിന്നീട് നമ്മൾ പഠിക്കുന്നത്. ഭീകരവാഴ്ചയിലേക്ക് പോകുന്നു. ദേശീയ സഭയ്ക്ക് പകരം നാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു പുതിയ സഭ വരുന്നു. ആ സഭ എന്ത് ചെയ്യുന്നു, പറയുന്ന നമ്മുടെ ലൂയി 16 വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്നു, ഫ്രാൻസിനെ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് ആര് വരുന്നത് അങ്ങോട്ടേക്ക്, ജാക്കോബിനുകൾ എന്ന് പറയുന്ന പുതിയൊരു ഗ്രൂപ്പ് ഭരണം ഏറ്റെടുക്കാൻ വരുന്നത്. അതിൻ്റെ നേതാവാരാണ്, ഈ റോബസ്പിയർ, അതേപോലെ ഹെബർട്ട്, മെരാട്ട്, ഡാൻസൺ എന്നിവരാണ് അതിൻ്റെ നേതാക്കൾ. അവരെന്ത് ചെയ്യുന്നു, അവർ ഈ ഫ്രാൻസിനെ ശത്രുവായി കണക്കാക്കുന്ന കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്, ബ്രിട്ടൻ, റഷ്യ, അങ്ങനെയുള്ള രാജ്യങ്ങൾക്കെതിരെ അവരെ അടിച്ചമർത്താൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുവാണ് പൊതുരക്ഷാ കമ്മിറ്റി. ഈ കമ്മിറ്റി എന്ന് പറയുന്നത് രാജാവിനെയും പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ അനുകൂലിക്കുന്നവരെ രാജ്യദ്രോഹികളായി കണക്കാക്കി തുറുങ്കിലടയ്ക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അവരെ അങ്ങനെ തുറുങ്കിലടച്ച് ആ ജയിലുകളിൽ ആളുകളെ കൊള്ളാതായപ്പോൾ അവർ കുറേ പേരെ, ഒരു 1500ഓളം പേരെ അവരെന്ത് ചെയ്തു, കൊന്നൊടുക്കുകയാണ് ചെയ്തത് തെരുവുകളിൽ വെച്ച്. അതിനെയാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നത്. ഇതിനുവേണ്ടി അവർ ഉപയോഗിച്ച ഉപകരണം അല്ലെങ്കിൽ യന്ത്രമായിരുന്നു ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗില്ലറ്റിൻ കൊണ്ട് തന്നെയാണ് ഒടുവിൽ ഈ പറയുന്ന വിപ്ലവകാരികളായിട്ടുള്ള റോബസ്പിയറും മറ്റുള്ളവരും എന്ത് ചെയ്തത്, കൊല്ലപ്പെടുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിന് ശേഷം, അതായത് ഈ കൂട്ടക്കൊലയ്ക്കും റോബസ്പിയറുടെ മരണത്തിനും എല്ലാം ശേഷം അവരെന്ത് ചെയ്യുന്നു, അവർ ആ നിലവിലുണ്ടായിരുന്ന കലണ്ടർ ഉപേക്ഷിച്ച് പുതിയൊരു കലണ്ടർ, വിപ്ലവ കലണ്ടർ എന്ന് പറയുന്ന ഒരു കലണ്ടർ നടപ്പിലാക്കുന്നുണ്ട്. ഫ്രാൻസിൽ ഗ്രിഗോറിയൻ കലണ്ടറാണ് നിലവിലുണ്ടായിരുന്നത്. ആ ഒരു കലണ്ടറിന് പകരം 1793 എന്ത് സംഭവിക്കുന്നത്, ഈ പറഞ്ഞ വിപ്ലവ കലണ്ടർ കൊണ്ടുവരുന്നത്. നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൽ ഫ്രാൻസ് റിപ്പബ്ലിക്കായിട്ടുള്ള ഡേറ്റ്, അതായത് 1792 സെപ്റ്റംബർ 22 ഈ കലണ്ടർ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് 10 ദിവസങ്ങളും 3 ദശകങ്ങളുമാണ് ഉള്ളത്. ഫ്രാൻസിൻ്റെ 12ാം, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 12ാം വാർഷികം വരെയും, അതായത് 1801 വരെയും ഈ കലണ്ടറാണ് അവിടെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഗില്ലറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1795 നമ്മുടെ ഈ പറഞ്ഞ റോബസ്പിയറിൻ്റെ ഈ പറയുന്ന ഭീകരവാഴ്ചയ്ക്കും ശേഷം പുതിയൊരു ഭരണഘടന വരുന്നു. ആ ഭരണഘടനയിൽ അവർ 5 അംഗങ്ങളുള്ള ഒരു ഡയറക്ടറി എന്ത് ചെയ്യുന്നു, നിയമിക്കുകയാണ് ചെയ്യുന്നത്. ആ ഡയറക്ടറിക്കകത്ത് അഴിമതിയും കാര്യസ്ഥതയും കാരണം ഡയറക്ടറി എന്ത് ചെയ്യുന്നു, തകർച്ചയ്ക്ക് കാരണമാകുന്നു. ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ദാരിദ്ര്യത്തിലേക്ക് വരുന്നു. അങ്ങനെ ഒരു വല്ലാത്തൊരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അനന്തര ഫലങ്ങളെ പറ്റിയാണ്. എന്തൊക്കെ ഗുണങ്ങളാണ് ഈ പറയുന്ന ഫ്രഞ്ച് വിപ്ലവം കൊണ്ടുണ്ടായത്. ഫ്യൂഡൽ വ്യവസ്ഥിതി തകർന്നു, പ്രഭുക്കന്മാരുടെ ഭൂമി നഷ്ടമായി, പുരോഹിതന്മാരുടെ ഭൂമി നഷ്ടമായി. എല്ലാവർക്കും സാധാരണക്കാർക്കും എല്ലാം ഒരേപോലുള്ള ഒരു രീതിയിലേക്ക് വന്നു. പിന്നെന്താണ്, ഒരു ഏകീകൃത അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലായി. പിന്നെ വരാനിരിക്കുന്ന ജനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഭരണക്രമം ഉണ്ടായി. മീൻസ് മറ്റ് പല സ്ഥലങ്ങളിലും പ്രക്ഷോഭങ്ങൾ നടത്താനും വിപ്ലവങ്ങൾ നടത്താനും ഇതൊരു ഈ സമരം അല്ലെങ്കിൽ ഈ ഫ്രഞ്ച് വിപ്ലവം ഒരു റെഫറൻസ് പോലെ, അല്ലെങ്കിൽ അവർക്ക് പ്രചോദനമാകുന്ന ഒരു വിപ്ലവമായിട്ട് മാറി ഈ പറഞ്ഞ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് നെപ്പോളിയൻ. നമ്മുടെ ഈ പറഞ്ഞ ഡയറക്ടറിയുടെ തകർച്ച കാണുന്ന, അല്ലെങ്കിൽ ഡയറക്ടറി എന്ന് പറയുന്ന ആ 5 അംഗ സഭ, ഫ്രഞ്ച് ഭരിക്കുന്ന 5 അംഗ സഭ തകർച്ചയിലായ സമയത്ത് അവരെ കീഴടക്കി ഫ്രാൻസിൻ്റെ ഭരണം ഏറ്റെടുത്ത വ്യക്തിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം എന്നിട്ട് അവിടെ ഒരു ഡയറക്ടർക്ക് പകരം 3 കൗൺസിലർമാരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ നിയോഗിച്ചു. അതിൽ ഒന്നാമത്തെ കൗൺസിലർ ഈ പുള്ളി തന്നെയാണ്. ആരാണ്, ഫ്രഞ്ച് നെപ്പോളിയൻ തന്നെയാണ്. അദ്ദേഹം എന്നിട്ട് ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് സ്വയം എന്ത് ചെയ്തു, അധികാരമേറ്റു. തുടർന്ന് അദ്ദേഹം ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രാൻസിൽ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ എല്ലാ മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്കുള്ള ഒരു പരിഷ്കാരമാണ് പുള്ളി നടപ്പാക്കുന്നത്. നിയമപരിഷ്കാരങ്ങളുണ്ട്. നെപ്പോളിയൻ്റെ നിയമസംഹിത അതിൽ വരുന്നതാണ്. പിന്നെ കോടറ്റ് എന്ന് പറഞ്ഞൊരെണ്ണം പറയുന്നുണ്ട്. അതായത് പോപ്പുമായിട്ടുണ്ടായ കരാർ പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുകയും മറ്റ് മതവിഭാഗങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ, ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു ദേശീയ സർവകലാശാല സംവിധാനം ആവിഷ്കരിക്കുന്നുണ്ട്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നു. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിക്കുന്നു.
പിന്നെ സൈന്യത്തെ ബറ്റാലിയനുകളാക്കി തിരിക്കുന്നു. അങ്ങനെ നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഭരണമാണ് ആര് നടപ്പിലാക്കിയത്? നെപ്പോളിയൻ നടപ്പിലാക്കിയത്. ഇനി നെപ്പോളിയൻ്റെ മെയിൻ ശത്രുവായിരുന്നു ബ്രിട്ടൻ. അപ്പോൾ ബ്രിട്ടനെ നേരിട്ട് കീഴടക്കാൻ പറ്റത്തില്ല. സോ സാമ്പത്തികമായിട്ട് കീഴടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പുള്ളി കോണ്ടിനെൻ്റൽ വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു വ്യവസ്ഥ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ വ്യവസ്ഥ എന്ത് ചെയ്യുന്നില്ല, സക്സസ് ആവുന്നില്ല. അവസാനം ബ്രിട്ടനുമായിട്ട് എന്ത് ചെയ്തു? യുദ്ധം നടക്കുന്നു. ലാസ്റ്റ് 1815 വാട്ടർലൂ യുദ്ധത്തിൽ ആര് കൊല്ലപ്പെടുന്നു? നമ്മുടെ നെപ്പോളിയൻ കൊല്ലപ്പെടുന്നു. ശേഷം എന്ത് ചെയ്യുന്നു? ഭരണം ആരുടെ കീഴിലാവുന്നു? യൂറോപ്പിൻ്റെ ഭൂപടം മാറുവാണ്. അതുവരെയും ഫുള്ള് യൂറോപ്പിൻ്റെ 3/4 ഭാഗവും ആരുടെ അധീനതയിലായിരുന്നു? ഈ പറയുന്ന നമ്മുടെ നെപ്പോളിയൻ്റെ അധീനതയിലായിരുന്നു. ആ പ്രദേശങ്ങളെല്ലാം ആരുടെ അധീനതയിൽ വരുന്നു? യൂറോപ്പിൻ്റെ, അതായത് നമ്മുടെ ബ്രിട്ടൻ്റെയൊക്കെ അധീനതയിലേക്ക് വരുന്നു. 1815 ഈ പറഞ്ഞ നെപ്പോളിയൻ്റെ പരാജയത്തിന് ശേഷം ഇവരെന്ത് ചെയ്യുന്നു? ഓസ്ട്രിയയിലുള്ള വിയറ്റ്നയിൽ സമ്മേളിക്കുന്നു. അവിടെ വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? കുറേ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഓസ്ട്രിയൻ ചാൻസലറായിരുന്ന മെറ്റേണിസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അപ്പം യൂറോപ്പിലെ ഫ്രഞ്ച് ആധിപത്യം അവസാനിക്കുന്നത് ഈ പറയുന്ന വിയറ്റ്നാം സമ്മേളനത്തോടെയാണെന്ന് പറയുന്നുണ്ട്. ഇനി അതിൽ പ്രധാന പ്രഖ്യാപനം എന്തൊക്കെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്പിലെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പുള്ള രാജഭരണം എന്ത് ചെയ്യുന്നു? പുനഃസ്ഥാപിക്കുകയാണ്. അപ്പോൾ ഫ്രാൻസിൽ ബൂർബൺ രാജവംശം ഭരണത്തിൽ വരും. പിന്നെ ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വം, റഷ്യയുടെ, അതായത് ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വവും, അതായത് ഫ്രാൻസിലുള്ള ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വം, അതുപോലെ റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ റഷ്യയുടെ ആധിപത്യത്തെയും എന്ത് ചെയ്ത് അംഗീകരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. മധ്യ യൂറോപ്പിലെ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് സ്വാതന്ത്ര്യത്തിൻ്റെ മരത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് എന്താണ്? അത് യഥാർത്ഥത്തിൽ മെൻഷൻ ചെയ്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലാണെങ്കിലും അങ്ങനെ ഒരു ഐഡിയ അത് വർക്കായത്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത് ഫ്രഞ്ച് വിപ്ലവ കാലഘട്ടത്തിലാണ്. അത് അതേപോലെ നമ്മുടെ എന്താണ് ടിപ്പു സുൽത്താനും ഫ്രഞ്ച് ആശയങ്ങളോടുള്ള അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങളോടുള്ള ആഭിമുഖ്യം കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ശ്രീരംഗപട്ടണത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതുപോലെ ഒരു മരം നട്ടുവെച്ചിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം ബ്രിട്ടനെതിരായിരുന്നു, അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്? അത്തരത്തിലൊരു മരം നട്ടത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.